أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رحمة للعالمين. خذ بيدي قلت حيلتي أدركني يا رسول الله. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന സയ്യിദന്മാർ, ആലിമീങ്ങൾ, നേതാക്കൾ, സദസ്സിലിരിക്കുന്ന പെരിന്തൽമണ്ണ മേഖലയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ഹൃദയത്തിൽ താലോലിക്കുന്ന മുഅ്മിനീങ്ങളെ, വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ത്യാഗസന്നദ്ധരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഇതുപോലെ നമ്മൾ സമസ്ത ഉമ്മത്തിന്റെ തുരുത്ത് എന്ന ഒരു തലക്കെട്ടിൽ സംഗമിക്കാനുണ്ടായ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. നേരത്തെ ഇവിടെ പ്രഭാഷണങ്ങളിൽ പരാമർശിക്കപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ അത് കാരണത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ പ്രചരണവും, ഇതിനെ 100ാം വാർഷികത്തിന്റെ പ്രചരണം വെച്ചിട്ട് എന്താണ് മലപ്പുറത്തെ പരിപാടിക്ക് മറുപടി? മലപ്പുറത്തെ പരിപാടിക്കല്ല, മലേഷ്യയിൽ പരിപാടി വെച്ചാലും സമസ്തയുടെ മക്കൾ മറുപടി പറഞ്ഞിരിക്കും. 100ാം വാർഷിക പ്രചരണവും ഈ 100 വർഷത്തെ സമസ്തയുടെ ഒരു പാരമ്പര്യമുണ്ട്. ഇവിടെ ഛിദ്രശക്തികൾക്കെതിരെ, ബിദ്അഇകൾക്കെതിരെ, സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മിഷണറികൾക്കെതിരെ അതാത് കാലങ്ങളിൽ പടവെട്ടിയാണ് ഈ പ്രസ്ഥാനം, ഈ ഉമ്മത്തിന്റെ ഈമാൻ 100 വർഷം സംരക്ഷിച്ചത്. അത് പുറത്തുള്ള ആളുകളല്ലേ? അല്ല, എല്ലാവരും ഉള്ളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. കെ മൗലവി ആരായിരുന്നു? മുദർരിസായിരുന്ന ആള്. അയാള് മുദർരിസാണ്, തലയിക്കെട്ടുണ്ട്. അതുകൊണ്ട് അയാളിപ്പം മൗലൂദ് ഓതണതിന് പ്രശ്നമുണ്ട് എന്ന് പറയണതിന്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നവീന ആശയങ്ങൾ പറയുമ്പോഴേക്ക് അയാളുടെ മുബ്തദി ആക്കാൻ, എന്നിട്ട് മാറ്റി നിർത്തുക, ചേർത്ത് നിർത്തല്ലേ വേണ്ടതെന്ന് അന്നാരും പറഞ്ഞില്ല. വന്നതൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ബിദ്അത്ത് ഉള്ളുന്ന പുറത്തുണ്ടായാലും പുറത്ത് ചാടല്. അപ്പൊ ഉള്ളിൽ നിന്ന് വന്നവരെ തന്നെ പുറത്തുള്ളവരെയും എതിർത്തും ഫൈറ്റ് ചെയ്തും സ്നേഹോപദേശം നൽകിയും ആണ് ഈ പ്രസ്ഥാനം കാസർഗോഡ് കുനിയയിൽ വെച്ച് വരക്കൽ ബാഅലവി തങ്ങളിൽ നിന്ന് തുടങ്ങിയ പ്രസ്ഥാനം സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളിലൂടെ 100ാം വാർഷികം പൂർത്തിയാക്കാൻ പോകുന്നു.
ഇതിന്റെ ഈ 100 വർഷത്തെ പ്രവർത്തന രീതി പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് 100ാം വാർഷിക പ്രചരണത്തിൽ തന്നെയാണ് എല്ലാ ഇതുപോലുള്ള ഛിദ്രശക്തികൾക്കെതിരെയും സംസാരിക്കാൻ അനുയോജ്യമായ ഇടം. ഉമ്മത്തിന്റെ തുരുത്ത് എന്നാ നമ്മളുടെ ലേബൽ, തിരുത്തല്ല. തിരുത്തുമായി ഇറങ്ങിയ ആളുകൾ ഈ പരിപാടി കഴിയുമ്പോഴേക്ക് സ്വയം തിരുത്താൻ ഇനി ഏതാണ് സ്വയം തിരുത്തേണ്ടത് എന്ന് അന്വേഷിക്കേണ്ടി വരും എന്നതിൽ ഒരു സംശയവും. നിങ്ങൾക്കത് ബോധ്യപ്പെടും. നമ്മളിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്ര അഗാധജ്ഞാനികളൊന്നുമല്ല. കാരണം ഹുദവികൾക്കെതിരെ നമ്മളൊരു പരിപാടി നടത്തിയിട്ടില്ലല്ലോ. ഉണ്ടോ? ഇവിടെ പറഞ്ഞത് ദാറുൽ ഹുദക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണ്. ആരപ്പത് ഗൂഢാലോചന നടത്തിയത്? ഞങ്ങൾക്കറിയാം, ഇനി വന്നാൽ ഞങ്ങൾ പറയും. ഇതാ മറുപടി. ഗൂഢാലോചന നടത്തിയ ആളുകളെ പറയണം ഞങ്ങൾക്കറിയാം എന്ന് പറയുകയല്ലാതെ ഗൂഢാലോചന നടത്തിയ ഒരു തെളിവും ഇവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ ദാറുൽ ഹുദയെ പൊളിക്കാൻ നടക്കുകയാണ്. ആര്? സമസ്തക്കാര്. ഈ പറയുന്ന ആളുകൾക്ക് ദാറുൽ ഹുദയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 12 വർഷം അല്പം കിതാബ് ഓതുകയും അതിനേക്കാൾ അവിടുന്ന് ചോറ് തിന്നുകയും ചെയ്ത ബന്ധമാണ്. സമസ്തക്കാരുടെ ബന്ധം അതല്ല. ആ സ്ഥാപനത്തിനെ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി, ബഷീർ ഉസ്താദ് അടക്കമുള്ള CH ഉസ്താദ് അടക്കമുള്ളവർ ഇങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് ചിന്തിച്ചത് മുതൽ അതിന്റെ തറക്കല്ല് മുതൽ മേൽക്കൂര വരെയും അവിടെയുള്ള വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതടക്കം ഈ ഉമ്മത്തിൽ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ സാധാരണക്കാരുമായുള്ള ബന്ധമാണ്. അവർക്ക് അതാ ദാറുൽ ഹുദയായിട്ടുള്ള ബന്ധം. നിങ്ങൾക്കോ 12 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം വേറെ എവിടുന്നെങ്കിലും പഠിച്ചു, 2 കൊല്ലം അവിടെ വന്നു. ഇതാ നിങ്ങൾക്ക് ദാറുൽ ഹുദയായിട്ടുള്ള ബന്ധം. ഈ ഉമ്മത്തിന് ദാറുൽ ഹുദയായിട്ടുള്ള ബന്ധം അതല്ല. എന്നിട്ട് ഈ ഉമ്മത്ത് ദാറുൽ ഹുദയെ പൊളിക്കാൻ ഇവൻ ഇറങ്ങിയിട്ട് പറയാ. അപ്പൊ നമ്മളതിന് മറുപടി പറയാൻ പാടില്ല, നമ്മളതിന് പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റാണ്, പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ ഷജറകളാവും, പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ പാണക്കാട് വിരോധികളാവും. ഞങ്ങൾക്കറിയാം എന്തിനാണ് ഇപ്പൊ ഈ ഷജറ ആരോപണം പാണക്കാട് ആക്കണതും കമ്മ്യൂണിസ്റ്റ് ചാപ്പടിക്കണമൊക്കെ. നിങ്ങളെക്കാണ് വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധികളാണ് ഞങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനാ ഇത് പറയണത്? അത് പറഞ്ഞാലാണ് ചരിത്രബോധമില്ലാത്ത 10 റുപ്യന്റെ ഗതിയുള്ള ഏതാനും ചില ആളുകളുടെ സഹായമൊക്കെ ഒരു പരിധിവരെ നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ മൂഢധാരണയാണ്. പലർക്കും കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദാറുൽ ഹുദക്കും ഹാദിയക്കും വലിയ ഫണ്ട് സമാഹരിച്ചു കൊടുത്തിരുന്ന ഒന്നിലധികം ആളുകൾ ഒരു സംഘമായി വലിയ ഫണ്ട് സമാഹരിച്ചു കൊടുത്തിരുന്ന ആളുകൾ ഇന്ന് ആ ഫണ്ട് നിർത്തിവെച്ചത് എനിക്കറിയും. അവരെന്നോട് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? നമ്മളെ കുട്ടിയൊക്കെ കൊടുക്കേണ്ട ചോറാണ്. ദീന് പഠിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാ ഇന്നത്തെ ആ ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോ ഈ പണം അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്നില്ല. സമസ്തക്കെതിരാണ് അവർ പ്രവർത്തിക്കണെന്നാ പറഞ്ഞു. ബോധമുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. പിരിവ് കുറഞ്ഞിന് നാട്ടിൽ മലപ്പുറത്ത് സ്റ്റേജ് കെട്ടിയിട്ട് ചൂടായിട്ട് കാര്യമില്ല. പ്രവർത്തനം നന്നാക്കണം. ഈ ഉമ്മത്ത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ദാറുൽ ഹുദയുടെ സംസ്ഥാപനം കൊണ്ട് നേതാക്കളും ഈ ഉമ്മത്തും സമസ്തയും അതിന്റെ നേതാക്കളും ആഗ്രഹിച്ച അവര് സ്വപ്നം കണ്ട ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം ഇവിടെ നടപ്പിലാക്കുക നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഏകദേശം സ്ഥാപനവും ഓഫ് ക്യാമ്പസുകളൊക്കെ കയ്യിലായ ശേഷം അവിടെയൊക്കെ ഉസ്താദുമാരും കമ്മിറ്റിയിലും ഒക്കെ തന്റേതായ ആളുകൾ കയറി വന്ന ശേഷം പിന്നെ ഈ ഉണ്ടാക്കിയ മാതൃപ്രസ്ഥാനത്തിനെതിരെ തിരിയുന്നത് വളർത്തി വലുതാക്കിയ മാതാവിന്റെ മുഖത്തേക്ക് തുപ്പുന്നത് പോലെയാണ്. അത് ചെയ്യാൻ പാടില്ല നമുക്ക് പറയണം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാറുൽ ഹുദയെ തകർക്കുക എന്നുള്ളത് സമസ്തക്കാരുടെ പണിയല്ല. ദാറുൽ ഹുദയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളെ പണി.
സമസ്തന്റെ സ്ഥാപനമാണ്. നിങ്ങൾക്ക് ആർക്കും അതൊരു ബന്ധമല്ല. ശില്പി എന്നൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളുകളൊക്കെ ജോലിക്കാരായി കയറി വന്ന ആളുകളാ. ശില്പി ഉമ്മത്താണ്. അവരെ കാശാണത്, അവരുടെ പണമാണത്, അവരുടെ അധ്വാനമാണത്. അപ്പോ ഈ ഉമ്മത്ത് അത് നിലനിർത്താനാണ് ശ്രമിക്കുക. വെറുതെ ആരോപണം ഉന്നയിച്ചു പോയിട്ട് കാര്യം. ഇതൊക്കെയാണ് ആരോപണം. ഇരിക്കട്ടെ, ഞാന് വിഷയം സംസാരിച്ച് നീട്ടുന്നില്ല. നമുക്ക് ആദ്യം മുതൽ എങ്ങനെ തുടങ്ങാം. മലപ്പുറത്ത് ആ പരിപാടി വെക്കുമ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ച് നാസർ കൊളായിന്റെ പൂതി ഇന്നത്തോടെ തീരുന്ന. നാസർ കൂടത്തായി വരെ പറവൽ കൂടെ ധൈര്യവും വന്നിട്ടില്ല. നാസർ കൊളായി ഇനി വേദി കെട്ടൂല എന്നൊക്കെ വിചാരിച്ചിരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദാറുൽ ഹുദക്കെതിരെ നമ്മൾ ആരും ഒരു പരിപാടി വെച്ചിട്ടില്ല. സമസ്ത ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുമില്ല. ദാറുൽ ഹുദനെ സമസ്ത പുറത്താക്കിയിട്ടുമില്ല. ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഓരോ താബിന് വരുമ്പോഴും സയ്യിദുൽ ഉലമന്റെ വീഡിയോ കണ്ടിട്ട് പൈസ കൊടുക്കണ കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും, ഇപ്പൊ ഈ അടുത്ത് വരെ. എന്നിട്ട് ഇതാ ഒരു സുപ്രഭാതത്തിൽ ഇവരിതാ തിരുത്ത് എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ വിചാരിച്ചു കാക്കനാടൻ വിഷയവുമായി ബന്ധപ്പെട്ട് നാസർ കൊളായി ഉന്നയിച്ച കുറെ കാര്യങ്ങൾ, അതേപോലെ ബഹാവുദ്ദീൻ ഉസ്താദിന്റെ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ബഹാവുദ്ദീൻ ഉസ്താദിന്റെ പ്രസംഗത്തിലെ പരാമർശം പത്രക്കാര് വിഷയമാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികളല്ലേ, കമ്മ്യൂണിസത്തേക്കാൾ അപകടമാണ് വഹാബിസം എന്ന് പറയാൻ ഞങ്ങൾ ഹുദവികളെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ സൂഫികളല്ലേ, സ്വാഭാവികമായും കമ്മ്യൂണിസം ഇനി കേരളത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. തുടക്കം മുതൽ 3 മണിക്കൂറും ചില്ലറയുണ്ട് കേട്ടിരുന്നു നോക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് പറയാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടില്ല. നാസർ കൊളായി ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തൊടാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടില്ല. പിന്നെ ഒന്നും അറിയാതെ സമസ്തന്റെ കീശേരിയിലെ ജലാലിയ കോളേജിലെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ അധ്യക്ഷനായ ഈ ഉമ്മത്തിന്റെ നെഞ്ചിലെ രാജകുമാരനായി വിരാജിക്കുന്ന സയ്യിദുൽ ഉലമക്കെതിരെ കുതിര കയറുക. ആര്? ഇവരുടെ ഉസ്താദും കൂടിയാണ് സയ്യിദുൽ ഉലമയെ. എന്ത് കുരുത്താടോ മക്കള്! സയ്യിദുൽ ഉലമ ഇവരുടെ ഉസ്താദ് കൂടിയാ. ഗുരുനാഥനെതിരെ ആണ് ഇവരുടെ ആക്രോശങ്ങൾ, പരിഹാസങ്ങൾ. സയ്യിദുൽ ഉലമയെ പരിഹസിക്കുക. അദ്ദേഹം എന്ത് പേച്ച്? അദ്ദേഹത്തിന് നാസർ കൊളായി, അദ്ദേഹത്തിന് എന്തിന് വൈഫ് ഇൻ ചാർജ്? അതും സയ്യിദുൽ ഉലമ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? പിന്നെ ഹമീദ് ഫൈസി ഉസ്താദിനെതിരെ ഇവരുടെ പക മുഴുവൻ തീർക്കുക. കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടിയതാണ് ഹമീദ് ഫൈസിനോടുള്ള ദേഷ്യം. അലമ്പ് കാട്ടി നടക്കുന്ന ആൾക്കാർക്ക് ലോകത്ത് ഏറ്റവും ദേഷ്യവും വെറുപ്പും പേടിയുള്ളത് പോലീസുകാരായിരിക്കും. എന്നതുപോലെ ഇവിടെ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ് ഹമീദ് ഫൈസിനെ. കാരണം എന്താ? ഇവരുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടുന്ന സംഘത്തിലൊക്കെ ഹമീദ് ഫൈസി ഉണ്ടാവും. അപ്പൊ ഹമീദ് ഫൈസിയാണ് അരിക്കാക്കിയാൽ സുഗമമായാണ് പോകാനായി. ഈ ഉമ്മത്തിന്റെ അവസാനത്തെ ആളുടെയും ശ്വാസമടങ്ങാതെ ഈ ഉമ്മത്തിന്റെ സയ്യിദുൽ ഉലമ ഞങ്ങൾക്ക് യുവനേതൃത്വമായി പ്രഖ്യാപിച്ചു തന്ന ഹമീദ് ഫൈസിയുടെ രോമത്തിൽ തൊടാൻ ഇവിടെ ഒരാളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. സാധിക്കില്ല. നിങ്ങൾക്ക് കുറെ ശ്രമിച്ചോലൊക്കെ മൂലക്കലാവുകയെന്നല്ലാതെ നിങ്ങൾ കോടികൾ ആരോപണം. അതിനു വേണ്ടിയിട്ട് പണ്ട് KT ഉസ്താദും ദാറുൽ നജാത്ത് കമ്മിറ്റിയും തൊട്ടടുത്തുള്ള പാലയിൽ ആണിയടിച്ച് തളച്ച ഒരു ചേക്കുട്ടിപ്പാപ്പായ, കരുവാരക്കുണ്ടുള്ള ഒരു ചേക്കുട്ടിപ്പാപ്പാനെ രണ്ടാമത് പുറത്തേക്ക് തള്ളിവിട്ടേക്കുക ഹമീദ് ഫൈസിനൊന്ന് ഒതുക്കാൻ വേണ്ടി. ഞാനൊരു രസം പറയാൻ ഉദ്ദേശിച്ചതല്ല. ഹജ്ജിന് പോണതിന് മുമ്പ് UAE സമദ് ഫൈസി ഉണ്ട് എന്റെ കൂടെ. ഹമീദ് ഫൈസി പറഞ്ഞ ഹജ്ജിന് അപേക്ഷ കൊടുത്തിരുന്ന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണം എന്നാണ്. അപ്പോ സമദ് ഫൈസി ആരോരാൾ ചോദിച്ചു, ഇനിയിപ്പോ എന്തിനാ ദ്വാരക്കണം? ഏതായാലും റാഹത്തായിട്ട്. അതല്ല, പൈസ കൊടുത്തിട്ടുണ്ട്, ഇനി 4 ലക്ഷം കൂടി കൊടുക്കാണ്ട്. അപ്പൊ അതിന് ഒരു സ്ഥലം, എന്റെ ഒരു സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് വിറ്റ് പോയി കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ ആ കോടിയെ
വെറുതെ പറയും. ഞങ്ങൾക്ക് ഒരു രസം പറഞ്ഞു, ഈ ആരോപണം ഈ ചേക്കുട്ടി പാപ്പ യഥാർത്ഥത്തിൽ ആരുടെ മേലിലാണ് കയറുന്നത്? നിങ്ങൾ അയച്ച ചേക്കുട്ടി പാപ്പ നിങ്ങളിലേക്കാ മടങ്ങേണ്ടത്. എന്തുകൊണ്ട്? ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആരാണ്? അവിടെ നടക്കുന്ന നിയമനങ്ങളെ അറിയേണ്ടവർ ആരാണ്? ഹമീദ് വൈസിയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക. ഞങ്ങളും ഉണ്ടാ നടക്കുന്നത് കുറെ മാന്യത കാണിച്ചിട്ട് ഒച്ചപ്പാട് കുറക്കാൻ വേണ്ടിയിട്ടാ. ഇതാർക്കും അറിയാത്തോണ്ടോന്നല്ല, ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിനറിയാം. അവരിൽ പലരും ഹമീദ് വൈസി ഒന്ന് പ്രതിരോധത്തിലാവട്ടെ എന്ന് കരുതി മൗനികളായി നോക്കി. നടക്കില്ല നിങ്ങളുടെ കളികൾ. ഇത് അവസാനം വരുന്നത് ആരിലേക്കാണെന്ന് ഇൻഷാ അല്ലാഹ് സമീപ ഭാവിയിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ മനസ്സിലാവും നിങ്ങളെ കോടിയും കൊടിയൊക്കെ ഹമീദ് വൈസിയെ മൂലക്കിലാക്കാൻ ഇറങ്ങി. അതിനു വേണ്ടിയിട്ടാ മലപ്പുറത്ത് ഒരു പിന്നെ എത്ര 1000 ആളുകളോ ഒറ്റ പങ്കെടുത്തു എന്നൊക്കെ പറയണം. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയാണെങ്കിൽ അത് കുട്ടികളല്ലേ. അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് എന്നും പറഞ്ഞു വിടായിരുന്നു. പക്ഷേ ആ മുന്നിലെ സൊഫില് തല നരച്ച, താടി നരച്ച, തല മറച്ച ചില ആളുകളെ ഞങ്ങൾ കണ്ടു. സയ്യിദുൽ ഉലമക്കെതിരെ ആക്രോശം ഉന്നയിക്കുമ്പോൾ എളിച്ചിരിക്കുന്നവർ, SYSന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ, ഈ സുന്നത്ത് ജമാഅത്തിന്റെ പടനായകനെതിരെ, നാട്ടിക ഉസ്താദിനോടുകൂടെ തിരൂർക്കാട് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും ഒരുമിച്ച് വന്നപ്പോൾ സംവാദത്തിന് തുടക്കം കുറിച്ച് നാട്ടിക ഉസ്താദിന്റെ അകാല വിയോഗത്തിന് ശേഷം ഈ സമൂഹത്തിന് രക്ഷകനായി മാറിയ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്നവർ ആവേശത്തോടെ കേൾക്കുന്ന പറയുന്ന പേര് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. ആ ഹമീദ് ഫൈസിയെ ആക്രോശിക്കുമ്പോൾ മുന്നിലിരുന്ന് ചിരിക്കുക. ഇവരൊക്കെ അറിയുന്ന ആളുകളല്ലേ. സമസ്തക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുന്നിലിരുന്ന് ചിരിച്ചു കൊടുക്കുന്ന തല നരച്ചവർ, താടി നരച്ചവർ, പേരുകൾ ഞാൻ പറയുന്നില്ല. അത് അവരുടെ മഹത്വം കണ്ടല്ല, എന്റെ മഹത്വം. നിങ്ങൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോ പിന്നെ ചുടുചോറ് മാന്തിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് വ്യക്തമാണല്ലോ. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാൻ തീരുമാനിച്ചത്. ഇരിക്കട്ടെ, നമുക്ക് പരിപാടിക്ക് വരാം. തുടക്കം ഈ പരിപാടി, ഇങ്ങനെ ഒരു പരിപാടി നടക്കാനുള്ള കാരണം ആമുഖ ഭാഷണം നടത്തിയ വലിയ വിദ്വാൻ വിശദീകരിക്കുന്നുണ്ട്. അവിടുന്ന് തുടങ്ങാൻ നമുക്ക്. ആ പരിപാടി നടത്താനുള്ള 2 കാരണം പറയുക കേട്ടോളൂ. നമ്മൾ വിചാരിച്ചൊന്നുമല്ല കാരണം. നമ്മൾ നാസർ കൊളായിയാണ്. ഈ പരിപാടി നടത്താൻ തന്നെ പ്രധാനപ്പെട്ട കാരണം 2. ഒന്ന്, ഉസ്താദ് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാരിത്വത്തെ വിമർശിച്ചുകൊണ്ട് പരിഹസിക്കുന്ന ആളുകൾക്ക് ഉസ്താദ് മറുപടി കൊടുത്തു. ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകന്റെ ജീവിതത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുമായുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഉസ്താദ് ഒരു മറുപടി കൊടുത്തു. അതിന്റെ കോണ്ടെക്സ്റ്റ് അതാണ്. പ്രവാചക വിമർശകർക്ക് മറുപടി കൊടുക്കുക. ആ മറുപടിയിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് പത്രക്കാർ അത് വലിയ വിവാദമാക്കി. പത്രത്തിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പത്രത്തില് വലിയ അറിയപ്പെട്ട പത്രപ്രവർത്തകനാണ്. എന്ത് ധാർമ്മിക ബോധമാണ് അവർക്കെന്ന് എനിക്കറിയില്ല. അയാൾ പറഞ്ഞു, ഇവിടുത്തെ മൗലികവാദികളായിട്ടുള്ള പണ്ഡിതന്മാർക്ക് ബഹുഭാരിത്വം അനുവദിച്ചു കിട്ടണം, അതിനുവേണ്ടിയാണ് അവരത് പറയുന്നത് എന്ന്. അങ്ങനത്തെ ഒരു വിഷയം അവിടെ വന്നിട്ടില്ല. മറ്റൊന്ന്, സർക്കാർ വിവാഹപ്രായം ഉയർത്താൻ ഉദ്ദേശിക്കുന്നതിനെതിരെ വിവാഹപ്രായം കുറക്കാൻ വേണ്ടി പറയാണെന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉസ്താദിനുണ്ടായിരുന്നില്ല അവിടെ. ആ മറുപടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. എന്താണ് മറുപടി അറിയോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് അയച്ചു തന്നത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ പ്രസംഗം കൃത്യമായി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സൗകര്യപൂർവം ഇവരെ പ്രകോപിപ്പിച്ച്, കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പ്രകോപിപ്പിച്ച്, മന്ത്രിമാരെ പ്രകോപിപ്പിച്ച്, MLA-മാരെ പ്രകോപിപ്പിച്ച് ഉസ്താദിനെ എതിരാക്കണം. അതിൽ കുറേ സാധുക്കൾ വീണു വയ്ക്കണ്. പത്രക്കാർ മാത്രമല്ല, കുറെ MLA-മാര് വീണു. എല്ലാവരും, കാരണം ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാരണം ഇതാണ്.
നിങ്ങൾ മനസ്സിലാക്കൂ പ്രിയപ്പെട്ടവരെ, പ്രവാചക വിമർശകർക്ക് ഉസ്താദ് കൊടുത്ത മറുപടിയെ വളരെ മോശമായി മുസ്ലിം വിരുദ്ധർക്കും പ്രവാചകന്റെ വിമർശകർക്കും കയ്യിലേക്ക് ഒരായുധമാക്കി ഇട്ടുകൊടുക്കുന്നത് ഏത് ഇസ്ലാമിന്റെ മാനദണ്ഡ പ്രകാരം നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയും? ബോധപൂർവമായ ഒരു ഗൂഢാലോചന അവിടെ നടന്നില്ലേ? ഈ വിഷയം വിവാദമാക്കിയത് മുഴുവനും ഈ ഗൂഢാലോചനക്കാരാണ്. ഞങ്ങൾക്കറിയാം ആരാണ് പത്രക്കാർക്ക് ഇത് അയച്ചു കൊടുത്തത് എന്ന്. ഇൻഷാ അല്ലാഹ് ഇത് ആദ്യത്തെ ഒരു പരിപാടിയാണല്ലോ, ഇതുകൊണ്ട് അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കത് പറയേണ്ടി വരും. ഈ പരിപാടി സംഘടിപ്പിക്കാൻ രണ്ടാമത്തെ കാരണം, ഉസ്താദ് ചെയ്യാത്ത ഒരു തെറ്റ് ചെയ്തു എന്ന് ഇവിടെ. ഒന്നാമത്തെ കാരണങ്ങൾ കേട്ടില്ലേ? ഒന്നാമത്തെ കാരണം എന്താ? ബഹാവുദ്ദീൻ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് നാസർ കൊളായി എന്നല്ല ഒരു പ്രശ്നം. നമ്മളൊക്കെ വിചാരിച്ചത് നാസർ കൊളായി ബഹാവുദ്ദീൻ ഉസ്താദിനെതിരെ അതിരൂക്ഷമായ പദപ്രയോഗങ്ങളും പ്രഭാഷണവും നടത്തിയപ്പോ ശിഷ്യന്മാരൊക്കെ കൂടെ ഉസ്താദിനെ പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും ഇറങ്ങിയതാണ് എന്നാ. അല്ല, ബഹാവുദ്ദീൻ ഉസ്താദിന്റെ ആ പ്രസംഗം ചാനലുകാര് സംപ്രേഷണം ചെയ്തു. ചാനലുകാർക്ക് അത് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുത്ത് മുറിച്ചയച്ചു കൊടുത്തത് ഇവിടെ ഒരു ഗൂഢാലോചന, ദാറുൽ ഹുദക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ആളുകളാണ്. അത് ഞങ്ങൾക്കറിയാം എന്ന അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിയിരുന്നത്. പറ, ആരാണ് അങ്ങനെ അയച്ചു കൊടുത്തത്? എന്താണ് അയച്ചു കൊടുത്തത്? ഇല്ലാത്തതാണോ? അല്ലെങ്കിൽ ആരാണ് അയച്ചു കൊടുത്തത്? പറയാമായിരുന്നില്ലേ നിങ്ങൾക്ക്? ഇല്ല, വെറുതെ വിടാൻ. എന്നിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിപാടി നടത്തിയത് എന്നാണ് ഒന്നാമത്തെ കാരണം. ഒരു പരിപാടി നടത്താനുള്ള കാരണമാണ് ഈ പറയുന്നത്, കേട്ടോ. രണ്ടാമത്തെ കാരണം, ഇസ്ലാമിന്റെ വിമർശകർ പ്രചരിപ്പിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സമസ്തയുടെ ഉന്നത സ്ഥാനീയരായ നേതാക്കളോട് പത്രക്കാർ വന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ എന്തു മറുപടി പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടതാണ്. അത് സമസ്തയുടെ നയമല്ല. ഉസ്താദ് ചെയ്തത് ഇസ്ലാം വിമർശകർക്ക് മറുപടി കൊടുത്തു. അത് സമസ്തയുടെ നയമല്ല. ആരുടെയും സ്വകാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കൽ ഞങ്ങളുടെ രീതിയല്ല. ഇസ്ലാം വിമർശകർക്ക് ഉസ്താദ് മറുപടി കൊടുത്തു, അങ്ങനെ മറുപടി കൊടുക്കൽ സമസ്തയുടെ നയമല്ല എന്ന് സയ്യിദുൽ ഉലമ പറഞ്ഞു എന്നാണ്. കളവല്ലേ അവനാ പറഞ്ഞത്? അതാ സയ്യിദുൽ ഉലമ പറഞ്ഞു. ഇവിടെ വിവാദമായത് എന്താണ്? വൈഫ് ഇൻചാർജ് പരാമർശമാണ് വിവാദമായത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവിടെയുള്ള MP-മാർക്കും MLA-മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ഭാര്യമാർക്ക് പുറമെ വ്യഭിചരിക്കാൻ വേണ്ടി സ്റ്റെപ്പിനികളായി വേറെ സ്ത്രീകളുണ്ട്. ഇതിനെക്കുറിച്ച് പത്രക്കാര് സമസ്തയുടെ അധ്യക്ഷനോട് ചോദിച്ചാൽ ആ ശരിയാണ്, മൂപ്പര പറഞ്ഞിരിക്കണെങ്കിൽ അത് ഉള്ളത് തന്നെയാണ്. എന്താ പറയണ്ടേ? ഇതാണോ സയ്യിദുൽ ഉലമ പറയേണ്ടത്? അതിന് സയ്യിദുൽ ഉലമ അവിടുത്തെ ഉസ്താദാ, ശിഷ്യനല്ല. അങ്ങനെയൊക്കെ പറഞ്ഞു പോവാൻ ആ ദീനിൽ അതിനൊരു നിലപാടില്ലേ? സയ്യിദുൽ ഉലമ പറഞ്ഞത് പിന്നെ വലിയ വേദന ഉണ്ടാക്കി. എന്താണെന്ന് അറിയോ? ഒരാളുടെയും സ്വകാര്യതയിലേക്ക് എത്തി നോക്കൽ ഞങ്ങളുടെ ശൈലിയല്ല എന്ന് സയ്യിദുൽ ഉലമ പറഞ്ഞു. ഞങ്ങൾ നാട്ടുകാരൊക്കെ സ്വകാര്യം നോക്കി നടക്കണ പണിയാണ് ഞങ്ങൾക്ക് കാര്യമായിട്ട് പറയേണ്ടി. അതാ പറയണ്ട. ഒരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കലും ഒരാളുടെ മേൽ വ്യഭിചാര ആരോപണം നടത്തലും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ മേൽ വ്യഭിചാരാരോപണം നടത്തുന്നതിനും ദർസ് നടത്തുന്ന ഫത്വ കൊടുക്കാൻ യോഗ്യതയുള്ള സയ്യിദായ ആലിമായ ആ പണ്ഡിതന് ബോധമുണ്ട്. അതുകൊണ്ടാ പത്രക്കാരോട് പറഞ്ഞത് അത് സമസ്തന്റെ നയമല്ല. അതല്ല ഇവിടെ സമസ്തന്റെ പണി. അതിന് സമസ്തന്റെ പണിയെടുത്താൽ മതി, എന്നാ ഈ വിവാദമൊന്നും ഉണ്ടാക്കൂലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇവിടെ സമസ്തന്റെ പണിയെടുത്ത് കിടക്കണ മൂല്യന്മാരുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. വേറുള്ള ആരെയെങ്കിലും സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വപ്നം കണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി സമസ്തയുടെ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പത്രക്കാരുടെ മുമ്പിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഇപ്പൊ രണ്ടാമത്തെ കാരണം അതാ. നമുക്ക് അതൊന്നാണ് വിശകലനം. ഒന്ന്, ഹാദിയക്കെതിരെ ഗൂഢാലോചന നടന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു.
ആരെ അങ്ങനെ പറഞ്ഞു? ഓൻ തന്നെ. ആരാ ഗൂഢാലോചന നടത്തിയത്? ഞങ്ങൾക്കറിയാം. അതന്നെ. ഒരു വ്യവസ്ഥയും ഇതിനൊരു ഒരു വ്യക്തതയൊന്നുമില്ല. ഈ കണ്ട പണം മുഴുവൻ ഇത് നിങ്ങൾക്ക് വല്ല യൂട്യൂബ് ചാനലിലും ഇരുന്നുകാണ്ട് വർത്താനം പറഞ്ഞാൽ പോരായിരുന്നു. അതിനും കൗമിന്റെ ഒക്കെ കായ് വാങ്ങിയാണ്ട് ഈ ആദ്യം വർത്താനം പറയേണ്ട കാര്യമുണ്ട്. അതൊന്നുമല്ല. സമസ്തക്കെതിരെ, സയ്യിദുൽ ഉലമക്കെതിരെ, ഹമീദ് ഫൈസിക്കെതിരെ ഒന്ന് കുതിച്ചു ചാടാൻ തക്കം പാർത്ത് ഒരുപാട് കാലം ഉമ്മർ കോയമാരുടെ കുപ്പായമിട്ടിരുന്നവരാണിവർ. അന്നേ നമുക്കൊക്കെ ഇതറിയാം, ഇതിന്റെ പിന്നിൽ ഇതൊക്കെ തന്നെയാണെന്നുള്ളത്. പിന്നെ ഇടക്കാലത്ത് ഉമ്മർ കോയ മുങ്ങി. നിങ്ങൾക്ക് അറിയാലോ ഉമ്മർ കോയനല്ലേ? ഇടക്കാലത്ത് ഉമ്മർ കോയ മുങ്ങി. ഉമ്മർ കോയയുടെ പണികളൊന്നും നടക്കുന്നില്ല. ഈ ഷജറകളെ കൊണ്ട് ഒരു പൊറുതിയില്ല. സമസ്തയുടെ നേതാക്കളെ ഇവർ പൊന്നുപോലെ സംരക്ഷിക്കുകയാണ്. കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പൊ എപ്പോഴാണ് പുറത്തു ചാടാ എന്ന് തക്കം പാർത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായി. അതിനെ ചില ലിബറൽ ചിന്താഗതിക്കാരായ ആളുകൾ ഒത്തുകൂടി പാവപ്പെട്ട കുറെ ഹുദവികളെ ട്രാപ്പിലാക്കിയതാണ്. ലിബറൽ ചിന്താഗതിക്കാർ എന്ന് ഞാൻ പറയുമ്പോ ആരും അസ്വസ്ഥത കാണിക്കേണ്ടതില്ല. ഞാനത് പറയാൻ കാരണം ഹുദവികൾ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസിലെ അധ്യാപകനായ ഒരു സയ്യിദ് പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഹുദവികൾ ഉണ്ടാവും. അവരെ നമുക്ക് പറയാൻ പറ്റുമോ ലിബറലുകൾ എന്ന്? പറ്റില്ല. പിന്നെ ഇവരുടെ തനി നിറം പലപ്പോഴും ഗുരുതരമായ ഗൂഢാലോചനകൾ നമുക്ക് എത്തിച്ചു തരുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ഹുദവികളുണ്ട്. സുഹൃത്തുക്കൾ ആക്ഷേപിക്കാൻ പറ്റും. ഗ്രൂപ്പ് ചോര എന്ന് പറഞ്ഞ കരീനേട്ടില്ല. തൊരപ്പന്മാര് അവർക്ക് ഇട്ട പേര്. ആ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിനെയും ദീനിനെയും സയ്യിദുൽ ഉലമയെയൊക്കെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളായ പാവപ്പെട്ട ഹുദവികളെ ത്വരപ്പന്മാർ എന്ന് ഇവർ പ്രയോഗിച്ചാൽ ഇവരെ ലിബറലുകൾ എന്ന് പറയുന്നത് അതിലും വലിയ ഗുരുതരമായ തെറ്റൊന്നുമല്ല. അവർക്ക് പെട്ട കൂട്ടത്തിലുള്ളവർക്ക് വിളിക്കുന്ന പേരാണ് ത്വരപ്പന്മാര്. സഹി കെടുമ്പോഴാ അവര് നമുക്ക് പലതും എത്തിച്ചേരുക. അപ്പോ ഏതാണ് ഒന്നാമത്തെ ഗുരുതരമായ ആരോപണങ്ങളാണെന്നുള്ള വെറുതെ നുണ പറയും. 2, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഗൂഢാലോചന തെളിയിക്കും. നിങ്ങൾ ഇനി പരിപാടി വെക്കാതിരിക്കാൻ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെക്കണങ്ങള്. ഞങ്ങൾക്ക് എനിക്ക് കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. ഇത് പറഞ്ഞു തീരണ്ടേ? കുറെ കാലായിട്ട് ഇത് മുട്ടി നടക്കുന്നുണ്ട്. നിങ്ങളുടെ പല തട്ടിപ്പുകളും ഇവിടെ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടോ. ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ഒരാൾക്കും കഴിയില്ല. 3 ഡോക്ടറേറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾ പറഞ്ഞത് സത്യ. അല്ലെ നിങ്ങൾ മറുപടി പറയും. ഈ പറയണീന് മറുപടി പറയണം. അമീദ് ചെയ്തണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടവരാണ് ഇത് ചെയ്തതെന്നാവും പറഞ്ഞു. ആരാ നിങ്ങളെ കൂടെ അല്ലാത്തവർ? ഇവിടെ നേരത്തെ ആരോ പറഞ്ഞു, റഹ്മാനിയാൻ തോന്നണുണ്ട്, സമസ്തക്കെതിരെ ആര് വന്നാലും ഞങ്ങൾ അവരെ നേരിടും അല്ലേ? റഹ്മാൻ എന്നെ പറഞ്ഞു. അത് ഫൈസിയാണെങ്കിലും ദാരിമിയാണെങ്കിലും ഹുദവികളാണെങ്കിലും വാഫികളാണെങ്കിലും ഒന്നും അല്ലാത്തവരാണെങ്കിലും സമസ്തക്കെതിരെയാണെങ്കിൽ സമസ്തയുടെ മക്കൾ അവരെ ഇരുത്തേണ്ടിടത്തിരുത്തും. അത് ബഹുമാനപ്പെട്ട റഹ്മാനി പറഞ്ഞു. അവിടെ ഹുദവികൾ എന്നല്ല പറഞ്ഞു. ആരായാലും മതി. ഞങ്ങൾക്ക് അങ്ങനെ ആരും വലുപ്പമൊന്നുമില്ല. ആദർശത്തിന്റെ മുമ്പിൽ ചില ഭീഷണിപ്പെടുത്താനൊക്കെ ജോലി തെറിപ്പിക്കാനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റും. നിങ്ങളെ കയ്യിലുള്ള അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ആദർശമാണ്. അതുകൊണ്ട് ആദർശ പടയോട്ടത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു വൻമതിലും വലുതാവുകയില്ല. ഉറപ്പാ. മറുപടി അറിയാൻ കഴിയണില്ലല്ലോ നിങ്ങൾക്ക്. ഞങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അതിന് ദൂരം മറുപടി വെറുതെ ചീത്ത അറിയാന്നല്ലാതെ തോന്നിവാസം എഴുതി വിടുക എന്നല്ലാതെ
അപ്പോ കൂടെ നിൽക്കേണ്ടവരാണ് ഇത് ചെയ്യുന്നതെന്ന. എല്ലാരും കൂടെ നിന്നുകൊണ്ടാണ് ആ ദാറുൽ ഹുദ അവിടെ ഉണ്ടായത്, ഓഫ് ക്യാമ്പസുകൾ ഉണ്ടായത്. കിഷൻഗഞ്ച്, ബംഗാളി, രാജസ്ഥാൻ എന്നൊക്കെ പറയണില്ലേ? ഇവിടെയുള്ള കൂലിപ്പണിക്കാരന്റെ പണമാണ് കിഷൻഗഞ്ചിലും രാജസ്ഥാനിലും ബംഗാളിലും ഒക്കെ ഒഴുകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 96,22,474 ലക്ഷം രൂപ, 94 ലക്ഷത്തി എന്ന് പറഞ്ഞാൽ 1 കോടിന്റെ അടുത്തായി. ഒരു വർഷത്തേക്ക് ഇവർ നടത്തുന്ന കിഷൻഗഞ്ചിലും യുപിയിലും ഒക്കെ ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് മുഫത്തിഷന്മാർക്ക് സാലറി ആയിട്ട് സമസ്ത കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തേക്ക്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഹുദവിയർ പ്രസംഗത്തില് നമ്മുടെ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കിഷൻഗഞ്ചിൽ നമ്മൾ നടത്തുന്ന നമ്മുടെ വൈവിധ്യമാർന്ന സ്ഥാപനത്തിലേക്ക് 1 കോടിയോളം രൂപ നമ്മുടെ മുഫത്തിഷന്മാർക്ക് ശമ്പളമായി കൊടുത്തു പറയില്ല അവർക്ക് സമസ്ത എന്ന് പറഞ്ഞാൽ കുറച്ചില്ല. ഞാൻ ഹുദവികൾ എന്ന് ഞാൻ പറഞ്ഞില്ല, ലിബറലുകൾ. ഹുദവികൾ നല്ലോരാ, അവരെ നമ്മൾ ഭയങ്കരമായി സ്നേഹിക്കുന്നവരാ. അൻവർ മുഹയ്യിദ്ദീൻ ഹുദവിയൊക്കെ അല്ലേ, അതൊക്കെയാണ് ഹുദവികൾ. അവർ അങ്ങനെ ഹുദവികളാവണം എന്നാണ് വാപ്പുട്ടിയാജി സ്വപ്നം കണ്ടത്, ബഷീർ ഉസ്താദ് സ്വപ്നം കണ്ടത്. അല്ലാതെ ഇവിടെ മറ്റേ ഈ അടിവേര് മാത്രം പണിയിരിക്കാനല്ല. അപ്പോ അത് പറയില്ല. മാത്രല്ല സമസ്തയുടെ പാഠപുസ്തകങ്ങൾ, ഇവരുടെ സ്ഥാപനങ്ങൾക്ക് സമസ്ത ചെയ്യുന്ന വലിയൊരു സേവനം എന്താണെന്നറിയങ്ങള്? കോടിക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ പ്രിന്റിംഗ് ചാർജിൽ ക്രെഡിറ്റ് ആയിട്ടാണ് ഇവർക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ നാട്ടില് മജ്ലിസുൻ നൂർ എല്ലിയിട്ട് അതിന് ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് ശമ്പളം കൊടുക്കുന്ന മദ്രസകളുണ്ട്. ആ മദ്രസകൾക്ക് പോലും ചെയ്തു കൊടുക്കാത്ത കാരുണ്യമാണ് ഇവർ ബംഗാളിലും അവിടെയും ഇവിടെയും നടത്തുന്ന മദ്രസകൾക്ക്, മദ്രസാ പ്രസ്ഥാനത്തിന് ഈ സമസ്ത ചെയ്തു കൊടുക്കുന്ന സേവനം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് പറയുന്നത്? പറയില്ല അവര്. അപ്പൊ ഇതാണ് കൂടുതലുള്ള ആളുകൾ ചെയ്യുന്നത്, ഇതാണ്. പക്ഷെ നിങ്ങൾക്ക് പാൽ തരുന്ന കൈകൾക്ക് ചാൻസ് കിട്ടുമ്പോഴൊക്കെ കടിക്കുകയാണ്. അതിന് ഞങ്ങൾ സമ്മതിക്കൂല. അതിനാ ഞങ്ങൾ ഇവിടെ ഒത്തുകൂടി. പിന്നെ പതിനൊന്നാമത്തെ കൂടി അതിനോട് അനുബന്ധമായിട്ടുള്ളതാണ്. അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. സമസ്തക്കെതിരെ, സമസ്തയുടെ നേതാക്കൾക്കെതിരെയുള്ള ആരോപണം ഞാൻ നിങ്ങളോട് സങ്കടത്തോടെ പറയുകയാണ്. 2021 ഒക്ടോബർ 2-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആസ്ഥാനത്തേക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കരഞ്ഞുകൊണ്ട് ഓരോരുത്തരും കയറിപ്പോകേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൈർ ഹുദവി അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കുറ്റവാളികൾ പോലെ വിളിച്ചുകൊണ്ടുപോയി ചോദ്യങ്ങൾക്ക് വിധേയരായി. എന്താണ് കാരണമെന്നറിയുമോ നിങ്ങൾക്ക്? എന്താണ് കാരണം? ഞാൻ പറയുന്നത് ഇതാണ്. ദാറുൽ ഹുദക്കെതിരെ, ഹാദിയക്കെതിരെ വളരെ ബോധപൂർവമായ ഞങ്ങളുടെ ഉസ്താദിനെതിരെ ഗൂഢാലോചനകൾ നടക്കുന്നു. ആ ഗൂഢാലോചനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പുറത്തുള്ള ആളുകളാണെങ്കിൽ നമുക്കിതൊക്കെ സഹിക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളോട് ചേർന്ന് നിന്നവർ, ഞങ്ങൾക്ക് സഹായം നൽകേണ്ടവർ, ഈ സ്തംഭന സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് ഒന്നിച്ചുകൊണ്ട് വിപുലപ്പെടുത്തി സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ച് യശുദ്ധ എന്ന് പ്രവാചകൻ പറഞ്ഞ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടവർ അവർ തന്നെയാണ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് പാരവെക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ അവസാനം ഇത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടന SYSന്റെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന ഉന്നതനായ ഒരു വ്യക്തി, ആളുകൾ അവരെ ഷജറകൾ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിഭാഗം ഞാൻ അവരെ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഛിദ്രശക്തികൾ, അഭിനവ വിഘടിതർ, അങ്ങനെ അവരെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു ഫൈസി 200-ലധികം പേജ് വരുന്ന കുറ്റപത്രം തയ്യാറാക്കിയിട്ട് ദാറുൽ ഹുദയെക്കുറിച്ച്, ഹാദിയെക്കുറിച്ച് അർദ്ധസത്യങ്ങളും ഇല്ലാത്ത നുണകളും കൃത്യമായി എഴുതി പഠിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് മുന്നിലൊരു നീണ്ട കുറ്റപത്രം കെട്ടുകണക്കിന് പേജ് ഞങ്ങളെ കൊടുത്ത് എഴുതി കൊടുത്തു. ഇതൊരു സതുദ്ദേശത്തോടെയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും
എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം, ഇത് സതുദ്ദേശത്തോടുകൂടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. മനുഷ്യരാണല്ലോ നമ്മളൊക്കെ, എല്ലാവർക്കും ഒരു അഭിപ്രായമാവില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരാളോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഞാനത് അയാളെ തിരുത്താൻ ശ്രമിക്കണം. അയാൾ തീർക്കാൻ ശ്രമിക്കണില്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ടത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഈ പരാമർശങ്ങൾ ഞങ്ങളെ കുറിച്ച് നടത്തി 200 പേജിലധികം, ഞാനതിന്റെ പേജിന്റെ കണക്കിന്റെ കൃത്യം 200 പേജിൽ ഏറെ ഉണ്ടാകുന്ന 100% ഉറപ്പുള്ളത് കൊണ്ട് പറയാം. ചിലർ പറഞ്ഞു 300 പേജുണ്ട്, 400 പേജുണ്ട്. കാരണം ഇത് അത്രമേൽ കെട്ടുകണക്കിന് ഞങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ചെറിയ 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 വിഷയങ്ങളാ. അല്പത്തരം എന്നല്ലാതെ എന്താ പറയാ, അല്പത്തരം. എന്നിട്ട് അത് എഴുതി കൊടുത്തു. എന്തായിരുന്നു ഫലം? ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ഓരോ വിഷയങ്ങളും ചോദിച്ചു. സംസ്ഥയുടെ സമുന്നതരായ നേതാക്കന്മാർ അവിടെ ഇരുന്നു കൊണ്ട് അവരവസാനം പറഞ്ഞു, ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. തള്ളി എന്ന് പറയുന്നത് ഞാനല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമുന്നതനായ നേതാവ് അദ്ദേഹം സുപ്രഭാതത്തിൽ ലേഖനം എഴുതി. വേറൊരു വിഷയ സംബന്ധമായിട്ട് ഉണ്ടായപ്പോ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഉദവികൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ തെറ്റിദ്ധാരണകളാണ് എന്ന അടിസ്ഥാനത്തിൽ സമസ്ത മുഷാവറ തള്ളിക്കളഞ്ഞു എന്ന്. പച്ചക്കളവാണ് പറയണത്. ഡോക്ടറിനൊക്കെ തരക്കര് കൊടുത്തിട്ട് ഇമാതിരി കളവ്. അതും SYSന്റെ ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ മുന്നിലുണ്ട് എന്നാ പറയണത്. അറിഞ്ഞുകൊണ്ട് കളവ് പറയാ. ഏതാണ് ഒന്നാം 200 പേജ് ഏതായാലും ഉണ്ട് എന്നത് 100% ഉറപ്പാണ് എന്നാ പറഞ്ഞത്. 300 പേജോളം ഉണ്ട് എന്നാ പറഞ്ഞത്. ഇതാണ് ആ കുറ്റപത്രം. 35 പേജ് അതിലുള്ള ചട്ടടക്കം. അതാണ് പണ്ട് അറക്കൽ രാജാവ് ആന തുപ്പി എന്ന് പറയുന്ന മാതിരിയാണ് ഇവരെ പ്രസംഗം. ചെന്നിട്ട് അന്വേഷിച്ച് നോക്കിയാൽ കഞ്ഞിയിലുള്ള കറുത്ത വറ്റ തുപ്പിയിട്ടുണ്ടാകുക. അത് കോഴിക്കോട് എത്തിയപ്പോ കറുത്ത ആനയായതാ. 35 പേജുള്ള ഈ കുറ്റപത്രമാണ് ഇവര് മലപ്പുറത്തെത്തിയപ്പോ 300 പേജായത്. ഓൻ കുറച്ചുകൂടി ഡോക്ടറൊക്കെ ആയതുകൊണ്ട് 200-ൽ ഒതുക്കി. ആയിക്കോട്ടെ. ഇനി ഇതില് ഇല്ലാത്ത നുണകൾ എഴുതി കൊടുത്തു എന്നാ പറഞ്ഞത്. ഉള്ളതാണെങ്കിലോ പിന്നെ ഇത് സതുദ്ദേശത്തോടെ കൊടുത്തതാണ് എന്ന് സഹോദരങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കരയാവൻ. ഇതൊന്നും ഞങ്ങൾ ഇതുവരെ പുറത്ത് ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവർ പറഞ്ഞല്ലോ സ്വകാര്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞാ പോരെ. നിങ്ങളാണ് പരസ്യമായി പറഞ്ഞു തുടങ്ങിയത്, ഞങ്ങളല്ല. സ്വകാര്യമായി പറഞ്ഞ് ഇതൊക്കെ സമസ്തയുടെ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ തിരുത്തി നിങ്ങളെ നേർവഴിക്ക് നടത്താൻ ഈ ഉമ്മത്തിന്റെ നേതാക്കൾ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാ ഇതൊന്നും ഞങ്ങൾ പുറത്തുവരെ കാണിക്കാതിരുന്നതും. നമുക്ക് ഈ പരാതി വിശകലനം ചെയ്യാം, ഇതിന്റെ സാഹചര്യവും നമുക്ക് വിശദീകരിക്കാം. നിഷ്പക്ഷമതികളായ ആളുകൾ കാര്യം മനസ്സിലാക്കും. വെറുതെ രാഷ്ട്രീയ ജ്വരം ബാധിച്ചതിന്റെ പേരിൽ സമസ്തക്കാരെ മുഴുവനും കമ്മ്യൂണിസ്റ്റുകാരാക്കിയും ചാപ്പയടിച്ചും നിങ്ങൾ തെറ്റു പറയുന്നവരുടെ കള്ളപ്രചരണങ്ങൾ നടത്തുന്നവർ കോശാര പാടിയാൽ മഹ്ശറിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഹിസാബിനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്നതിനെ നിങ്ങൾ നിഷേധിക്കും, പരസ്യമായി പേടിക്കൊന്നും വേണ്ട. ചെയ്യാൻ തന്നെ അത് തോഫീക്കരുത്. മറുപടി പറയാൻ തോഫീക്ക് ചെയ്യാതിരിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്, പറയാൻ തോഫീക്ക്. അപ്പോഴേ ഞങ്ങൾക്ക് വാക്യം പറയാം. നമുക്ക് നോക്കാം. പിന്നെ ചെറിയ ചെറിയ വിഷയങ്ങളാണ്, അല്പത്തരം നോക്കാം. ചെറിയ വിഷയങ്ങളാണോ അല്പത്തരങ്ങളാണ്? എന്നിട്ട് സമസ്ത ആ ആരോപണങ്ങളെ തള്ളി എന്നാ പറഞ്ഞു. ഗുരുതരമായ കളവ്, അതും ശരിയല്ല, ഒന്നും ശരിയല്ല. അതിൽ ആകെ ഒരു ശരി എന്താന്ന് നിങ്ങൾ ഹമീദ് ഫൈസി നമ്മളെ ജീവാത്മാവാന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അത് ഹമീദ് ഫൈസിന്റെ ഭംഗി കണ്ടിട്ടും ആരോഗ്യം കണ്ടിട്ടും മസിൽ കണ്ടിട്ടും അല്ല.
ആ മനുഷ്യനെ കൊണ്ട് ഈ ഉമ്മത്തിന് ഗുണം ഉണ്ടായിട്ടുണ്ട്. അഖീദയിൽ ഈ ഉമ്മത്തിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. ഇന്നും വഹാബികളുടെ പരസ്പരമുള്ള തമ്മിലടികളിൽ ഉയർന്നു കേൾക്കുന്ന പേര് ഒരു ഡോക്ടറുടേതുമല്ല, ഒരു ആഗോള പണ്ഡിതന്റെതല്ല. അമ്പലക്കടവിലെ കുട്ടി മുസ്ലിയാരുടെ, ഓടക്കൽ കുട്ടി മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹമീദ് ഫൈസിയുടെ പേരാ വഹാബികൾ പരസ്പരം അവരുടെ ഫൈറ്റിന്റെ ഇടയിൽ ഇടക്കിടക്ക് മറക്കാതെ പേടിയോടെ ഉച്ചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണ്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളാണ്. ഈ ഉമ്മത്തിന്റെ അഖീദയാണ് ശരിയാവേണ്ടത്. അതിന് പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മത്ത് അദ്ദേഹത്തെ സ്നേഹിക്കും. അതാ മാത്രമാണ് ഇപ്പൊ പറഞ്ഞൊരു യാഥാർത്ഥ്യം. ബാക്കി നമുക്ക് നോക്കാം. ഇതിന്റെ സാഹചര്യം ഞാൻ ആദ്യം പറയാം. ഇനി മറ്റൊരു കാര്യം, ഇതിന്റെയൊക്കെ മൂർധാവിൽ ആരാന്നാ പറഞ്ഞത്? നമ്മുടെ ജീവാത്മാവായ ഒരു ഫൈസി അല്ലേ. ഞാൻ ആളെ പേരൊന്നും പറയില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ആളെ പേരൊന്നും ഞാൻ പറയില്ല, കാരണം ഞാൻ മാന്യനായതുകൊണ്ട്. ഞങ്ങൾ പേര് പറയും. ഞങ്ങൾക്ക് പേര് പറയണ ഒരു മടിയില്ല, കാരണം ഞങ്ങൾ സത്യ പറയും. അതുകൊണ്ട് ഞങ്ങൾ പേര് പറഞ്ഞിട്ട് തന്നെ ഇവിടെ പറയാം. ഇതിന്റെ സാഹചര്യം ഞാൻ പറയാം. SYSന്റെ സംസ്ഥാന പ്രവർത്തക സമിതി, അതേപോലെ SYSന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും SKSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി, ശ്രദ്ധിക്കണ്ടോ, 6/2/2019 സുന്നി യുവജന സംഘം സംസ്ഥാന പ്രവർത്തക സമിതി തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറക്ക് സമർപ്പിക്കുന്നത് SYSന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ പറയുന്നുണ്ട്, സമസ്തയെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ദാറുൽ ഹുദയല്ല, വാഫികളല്ല, പട്ടിക്കാട് ജാമിയല്ല, നന്ദിയല്ല, റഹ്മാനിയല്ല, പിന്നെ ഇതിൽ ഇന്ന സ്ഥാപനം എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇവർക്ക് ആളെ തിരിയല് കുറച്ച് കൂടുതലാണ്. നിങ്ങൾ കള്ളന്മാരെടുത്തൊന്നും തരാൻ പറ്റൂ, നിങ്ങൾ കള്ളന്മാരാണ് ഇവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി പറഞ്ഞപ്പോ അത് ഇന്നേ പറഞ്ഞതാണ്. അങ്ങനെ തോന്നിയാലെങ്ങനെ? എന്താ ചികിത്സ അല്ലല്ലോ, അതിന് മാർഗമല്ല. ഇവരെന്താ പറഞ്ഞറിയോ? ദാറുൽ ഹുദക്കെതിരെയാണ് പരാതി. അല്ല, ശ്രദ്ധിച്ചോ, സമസ്തയെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില വിദ്യാർത്ഥികൾ സംഘടനാ ബോധമില്ലാതെയും സംഘടനയോട് പ്രതിബദ്ധത പുലർത്താതെയും വളർന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. ഇത്തരം ചിന്താഗതികൾ വളർന്നു വന്നാൽ അവർ സംഘടനാ തലത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ദീർഘവീക്ഷണം നോക്കി നിങ്ങൾ 2019 ശരിയല്ലേ എന്ന് 6/2/2019 ചേർന്ന സുന്നി യുവജന സംഘം സംസ്ഥാന പ്രവർത്തക സമിതി വിലയിരുത്തി. അതിനാൽ സമസ്തയ്ക്ക് കീഴിലെ മതകലാലയങ്ങളിലെ ഡിഗ്രി PG തലങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സംഘടനാ ബോധം നൽകുന്ന സംഘടനാ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സമസ്ത കേന്ദ്ര മുശാവറ നേരിട്ട് ഇടപെടണമെന്ന് ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. SYSന്റെ സംസ്ഥാന കമ്മിറ്റിന്റെ ലെറ്റർ ഹെഡിൽ ആരാ ഒപ്പിട്ടെന്ന് അറിയാങ്ങൾ? അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവല്ല, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി. വിവരം അറിയങ്ങൾക്ക് ഹമീദ് ഫൈസി നിങ്ങൾക്ക് പാഞ്ഞു കയറാൻ പറ്റിയ മരാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പൂതിയാണ്, വെറും തോന്നല. ഹമീദ് ഫൈസി അല്ലത്. SYSന്റെ സംസ്ഥാന സമിതി പ്രവർത്തക സമിതിയുടെ ഈ കത്ത് മുശാവറക്ക് കൊടുക്കുന്നത്, അതിൽ ഒപ്പിട്ടിട്ടുള്ള ആള് ബഹുമാനപ്പെട്ട ജമലുല്ലി തങ്ങളാണ്. ആക്ഷേപിക്കാൻ പറ്റൂല, ജമലുല്ലി തങ്ങൾ ചെയ്ത് വലിയ സേവനല്ലേ. ഇത് സതുദ്ദേശപരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നത് സതുദ്ദേശപരമാണ് അല്ലേ? ബോധമുള്ളവർക്ക് അങ്ങനെയല്ലേ തോന്നുക? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടി മൊബൈൽ ഫോണിൽ അവൻ സ്ഥിരമായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ നമ്മൾ വാങ്ങി വെച്ച്, അപ്പോ ആ നാട്ടുകാരോട് പറയാ, എന്റെ മൊബൈൽ വാങ്ങി വെച്ചിരിക്കുന്നു, ഇത് സതുദ്ദേശപരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വാപ്പാന്റെ പണി അതന്നെയാണ്. ഈ സ്ഥാപനങ്ങളെ ഇവിടെ പടുത്തുയർത്താനും വളർത്തി വലുതാക്കാനും നാട് നീളെ പ്രഭാഷണം നടത്തിയ ആളുകളാണ് ഈ പണ്ഡിതന്മാർ. ഈ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയച്ച ഉസ്താദുമാരാണ് മദ്രസയിലുള്ളവർ. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എന്റെ മുന്നിൽ ആ സ്റ്റെപ്പ് കയറി വരുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. 2 കാലുകൾക്കും അദ്ദേഹത്തിന് കാലുകളില്ല. അദ്ദേഹത്തിന്റെ തൊട കൊണ്ട്
ഞാൻ വല്ലാതെ എന്റെ മനസ്സ് പൊട്ടിപ്പോയി ആ രംഗം കണ്ടപ്പോൾ. ഈ സ്റ്റെപ്പ് കയറി വരുമ്പോ അവിടെ ഇരിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥതയും സമർപ്പണവും അള്ളാഹു അദ്ദേഹത്തിന് ആഖിറത്തിൽ ദറജ ഉയർത്താനുള്ള സബബായി സ്വീകരിക്കട്ടെ. അദ്ദേഹം ഒരു ഹുദവിയുടെ പിതാവാണ്. എന്നോടൊരാൾ പറഞ്ഞു ഒരു ഹുദവിയുടെ ഉപ്പയാണ് അദ്ദേഹം. എന്തിനാ ഇവിടെ വന്നത്? ആ പിതാവിൻ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുപോയി ദാറുൽ ഹുദയുടെ സ്ഥാപനത്തിൽ ചേർത്തതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അതുപോലുള്ള ആയിരക്കണക്കിന് സാത്വികരായ പണ്ഡിതരും മദ്രസ അധ്യാപകരുടെ സ്വാധീനവും ഉപയോഗിച്ചാണ് ഈ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ചേർത്തത്. നന്നാവണമെന്ന് കരുതിയിട്ട് നിങ്ങൾ പറയണില്ലേ മുഷാവറ മെമ്പർ മകന് വാഫിയാണ്, മുഷാവറ മെമ്പർ മകന് ഹുദവിയാണ്. ഉറപ്പല്ലേ? നന്നാകും. ഇത് സമസ്തന്റെ സ്ഥാപനാണ്. ബാപ്പുട്ടിയാജി പ്രാർത്ഥിച്ച മക്കളായി വരും എന്റെ മകൻ എന്ന് കരുതി കൊണ്ടുവന്നതാക്കിയതാണ്. ഈ ലിബറലിസം തലക്ക് പിടിച്ചവർ അതിൽ നുഴഞ്ഞു കയറി വരുന്നത് ആരറിഞ്ഞു? ആ പിതാവ് ഇവിടെ കയറി വന്നത് മനസ്സിന്റെ വേപ്പത് കൊണ്ടാണ്. ഈ വ്യഥ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാന നേതാക്കൾക്കുണ്ടാവില്ലേ? അവർ അറിയിക്കേണ്ടവരെ അറിയിച്ചു. ആരെ അറിയിക്കേണ്ടത്? ഈ പ്രസ്ഥാനത്തിന്റെ കാരണവന്മാരായ ഉമ്മത്തിന്റെ ഇമാമുകളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിലേക്ക് ഈ വിഷയം എത്തിച്ചു. എന്താ പറഞ്ഞോളൂ? ഈ കോളേജിന് നടപടി എടുക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെ ഈ കുട്ടികൾക്ക് സംഘടനാ ബോധം സമസ്ത പഠിപ്പിച്ചു കൊടുക്കണം. ഈ കുട്ടികൾക്ക് പ്രാസ്ഥാനിക ചിന്ത വളർത്തിയെടുക്കണം. അതിനുവേണ്ട ക്ലാസുകൾ കൊടുക്കണം എന്നാ പറഞ്ഞത്. പിന്നെ അതിന് കാരണം പറഞ്ഞു. ഇവരിൽ ചില സംഘടനാ വിരുദ്ധ സ്വഭാവങ്ങളും രീതികളൊക്കെ കണ്ടുവരുന്നുണ്ട്. അത് ശരിയാണ്. അതിന് തെളിവുകളൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് സബൂർ ചെയ്യും. അതേപോലെ തന്നെ SYSന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 10/4/2019 ചേർന്നപ്പോൾ ആ സെക്രട്ടേറിയറ്റിലും ഇതേ ആശയം തന്നെ ചർച്ചയ്ക്ക് വന്നു. എന്നിട്ട് സമസ്ത മുശാവറക്ക് ഈ വിഷയത്തിൽ പരാതി തയ്യാറാക്കി കത്തുകൊടുക്കാൻ സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തിയ മഹാന്മാരായ ആളുകളുടെ പേരുകൾ ഞാൻ പറയാം. 1 അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കൽ, 2 മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, 3 നാസർ ഫൈസി കൂടത്തായി. നാസർ ഫൈസി കൂടത്തായി അടക്കം ഉള്ള സമിതിയാണ് മുശാവറക്ക് ഈ കത്ത് കൊടുത്തത്. എന്നിട്ട് ചീത്താരെ നിങ്ങൾ കേൾക്കാറില്ല? ഹമീദ് ഫൈസി, ഈ ഫൈസി ഷജറ നേതാവായ ഹമീദ് ഫൈസി മൂപ്പരാണ് ഈ പരാതി ദാറുൽ ഹുദ പൊളിക്കാൻ നടക്കുന്ന ആള്. SYSന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കൊടുത്തു പരാതി. അങ്ങനെ ഒരു പരാതി സമസ്തക്ക് പോയാൽ സമസ്ത എന്താ ചെയ്യാ? സമസ്ത അവരോട് പറഞ്ഞു തെളിവ് ഹാജരാക്കൂ. തള്ളിയേക്കല്ല, തള്ളി എന്ന് പറഞ്ഞില്ല അവൻ, തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട SYSന്റെ നേതാക്കൾ തെളിവ് ഹാജരാക്കി. കണ്ണും കാതുമുള്ളവർക്ക് നോക്കിയാൽ 35 പേജും, അന്ധത ബാധിച്ച ലിബറലിസം തലക്ക് പിടിച്ചവർ നോക്കിയാൽ 300 പേജുമായി തോന്നുന്ന ഈ പരാതി കിട്ടും. ഇതിലെ പരാതികളെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഉള്ളതാണോ നോക്കാം. 3 വിഷയങ്ങളാണ് സമസ്തയുടെ മുശാവറ മുമ്പിൽ ഇവരെത്തിച്ചത്. നമ്മള് ആദ്യാവസാനം ഇടക്കിടക്ക് പറയേണ്ടതില്ലല്ലോ. ഇതൊരിക്കലും ദാറുൽ ഹുദക്കെതിരുള്ള പരിപാടിയായിട്ട് ആരും വ്യാഖ്യാനിക്കണ്ട. ഇത് ലിബറലികൾ വാദിച്ചവർക്കെതിരുള്ള പരിപാടിയാണ്. ലിബറലിസം തലക്ക് പിടിച്ച, അതിന്റെ പേരിൽ സമസ്തക്കെതിരെ സമസ്തയെ തളർത്താൻ ശ്രമിക്കുന്ന, ആരുടെയോ താല്പര്യത്തെ സംരക്ഷിക്കാൻ നടക്കുന്നവർക്കെതിരെയുള്ള പരിപാടിയാണ്. അവരോടാ പറഞ്ഞത്, ഹുദവികളോടല്ല, ദാറുൽ ഹുദക്കെതിരെയല്ല. ദാറുൽ ഹുദ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് സമസ്തന്റെ സ്ഥാപന. നിങ്ങളാണ് പോയാൽ നിങ്ങൾക്ക് ഒരു ടൈപ്പിംഗ് സെന്റർ ഇട്ടാൽ നിങ്ങൾക്ക് ദാറുൽ ഹുദ ഉണ്ടാവില്ല, സമസ്ത ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് നാളെ ഞങ്ങളെ കുട്ടികളെ പറഞ്ഞേക്കാനുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് അതിനെ ഞങ്ങൾ സംരക്ഷിക്കും. ഇനി എന്താണ് ഇതിലുള്ള പരാതികൾ എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. ഇതിലുള്ള പരാതികൾ വസ്തുനിഷ്ഠമാണോ ഉള്ളതാണോ എന്നൊക്കെ നമുക്കൊന്ന് അറിയണല്ലോ.
26 ഇതിലെ ഒന്നാമത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മുജാഹിദ് ജമാഅത്ത് പോലുള്ള പുത്തൻവാദികളോടുകൂടെ വേദി പങ്കിടരുത് എന്നാണ് സമസ്തയുടെ പ്രഖ്യാപിത നിലപാട്. അതിലാർക്കും തർക്കമില്ലല്ലോ. പിന്നെ ആരെങ്കിലും വേദി പങ്കിടുന്നുണ്ടെങ്കിൽ അത് ഈ മദ്ഹബിന്റെ പുറത്തായതുകൊണ്ടാണ്. നമ്മുടെ ശംസുൽ ഉലമയുടെയും ഖണ്ണിയത്ത് ഉസ്താദിന്റെയും അടക്കമുള്ളവരുടെ മദ്ഹബ് വഹാബിസവുമായി മൗദൂദിസവുമായി നോ കോംപ്രമൈസ്. ഒരു ബാന്ധവവും അവരുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ പാടില്ല. ഇതാണ് നമ്മുടെ പൂർവ്വ നേതാക്കളുടെ നിലപാട്. അവരുമായി വേദി പങ്കിടാൻ പാടില്ല, അവരുമായി ആശയപരമായ യോജിപ്പുണ്ടാവാൻ പാടില്ല, സഹകരണം, ആദർശപരമായ സഹകരണം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അവരുമായി വേദി പങ്കിട്ടു എന്ന് മാത്രമല്ല, അതൊന്നും വലുതാക്കണം, അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും സെമിനാറുകളിലും ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവികൾ പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ പരാതി. തെളിവുകളിൽ ഒരു തെളിവ്. അതിന് തെളിവായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്താണ് ആ സംഭവം എന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഹെറിറ്റേജ് കോൺഫറൻസ് നടക്കുകയാണ്. അതിലേക്ക് ക്ഷണിതാക്കളായി സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആരാന്നറിയോ ഞങ്ങള്? ഡോക്ടർ ഫൈസൽ ഹുദവി, ഡോക്ടർ ഷെരീഫ് ഹുദവി, പിന്നെ നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്ന നമുക്കൊക്കെ സുപരിചിതനായ മഹ്മൂദ് കൂരി ഡോക്ടർ ഹുദവിയാണ് പ്രസംഗിക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ ഇവർ നിരന്തരം പങ്കെടുക്കുന്നുണ്ട്, ബിദഅകളുമായി വേദി പങ്കിടുന്നുണ്ട്. ഇത് നമ്മുടെ ആദർശ പാരമ്പര്യത്തിന് വിരുദ്ധമാണ്. കള്ളക്കഥയാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. കള്ളത്തര. ഈ പരാതി ഇല്ലാത്തതാണോ? ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇവർ പങ്കെടുത്തിട്ടില്ല എന്നാണോ? ഇല്ലാത്ത ഒന്ന് ഉണ്ടാക്കി കൊടുത്തു എന്നാണോ? ഗ്രൂപ്പ് ചോർന്നതും ഷജറകൾ ഉണ്ടാക്കിയതാന്നാ പറഞ്ഞത്. എന്ന പോലെ ഇയാളുടെ കോലത്തിൽ ഒരുത്തൻ പ്രച്ഛന്ന വേഷം കെട്ടി അവിടെ പോയി ഫോട്ടോ എടുത്തതാണോ? ഗ്രൂപ്പ് ചോർന്നപ്പോഴേ ഒരാത്മാർത്ഥതയില്ലാതെ ലീഗാരെ വണ്ടി കയറ്റി ജീവിക്കല്ലേ. ലീഗിന്റെ ചില ആളുകളെ വണ്ടി, എല്ലാരും അല്ല, നമ്മളൊന്നും വണ്ടി കയറ്റാൻ കഴിയില്ല. ചില ആളുകളെ വണ്ടി കയറ്റിട്ട് ഞങ്ങളാണ് ഇവിടെ ലീഗിന്റെ സംരക്ഷകർ എന്നിങ്ങനെ പാടി പറഞ്ഞ് പാണക്കാട്ടുകാർ ഞങ്ങളാണെന്നതാണ് നിങ്ങളുടെ കുറ്റം. പറയാ ഞങ്ങൾ പാണക്കാട്ടുകാരുടെ ആളുകളാണ് എന്നതാണ് ഞങ്ങൾക്കുള്ള ആക്ഷേപം. ആരെ അങ്ങനെ ആക്ഷേപിച്ചു? ആരും ആക്ഷേപിച്ചിട്ടില്ല. വെറുതെ പറയാ, എന്നിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ വികാരം കൊള്ളുക. അതെന്തിനാ നിങ്ങള് ഇത് കേൾക്കുമ്പോ അല്പം ബോധം കുറഞ്ഞോ വിചാരിക്കും, ആ ശരിയാട്ടോ ഇവര് പാണക്കാട്ടുകാരാളാണെന്നാ മറ്റോലെ ആരോപിക്കണത്. ഇവരെന്നെയാട്ടോ പാണക്കാട്ടുകാർ ആൾക്കാരെന്ന് ആർക്കെങ്കിലും തോന്നിയാ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഞമ്മക്കല്ലേ ഇപ്പൊ കഥയും കാര്യവും അറിയുള്ളൂ. സമയത്തിനനുസരിച്ച് പങ്ങളെ പാണക്കാട് സ്നേഹമൊക്കെ ഞാൻ കാണിച്ചു തരാം. സമയമുണ്ടോ നോക്കട്ടെ, അല്ലെ നിങ്ങൾ വേറൊരു പരിപാടി വെക്കുക, അതിന് ശേഷം വെക്കുക. അപ്പോ ഇതാണ് ഒന്നാമത് നമ്മൾ കൊടുത്ത തെളിവ്, ബിദഈ ബന്ധം. അതേപോലെ തന്നെ ഇവര് നടത്തുന്നൊരു മാസികയുണ്ട്, തെളിച്ചം മാസിക. ആ തെളിച്ചം മാസികയുടെ പ്രചരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എം അക്ബറിന്റെ ഫോട്ടോ, അവര് തെളിച്ചം മാസികയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട ആ മാസികന്റെ പുറംചട്ടയിട്ടാ കൊടുക്കുന്നത്. സമസ്തന്റെ കീഴിലുള്ള സ്ഥാപനത്തിന്റെ മാസികയുടെ പുറംചട്ട എം അക്ബറി. സുപ്രഭാതത്തിൽ പിണറായിന്റെ ഫോട്ടോ വരുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര, ഫോട്ടോ പരസ്യത്തിൽ വന്നാലാണ് ഇവർക്ക് ഭയങ്കരമായ പ്രഷർ. വേറെ ഏതെങ്കിലും പത്രത്തിൽ വന്നാൽ അവർക്ക് കുഴപ്പമില്ല, ഒരു സുഖമായിട്ട് ഉറങ്ങും. ആ ആളുകളാണ് അവരുടെ മാസികയിൽ കേരളത്തിലെ കടുത്ത വഹാബിയായ എം അക്ബറിന്റെ ഫോട്ടോ വെച്ച് പ്രചരണ ക്യാമ്പയിൻ നടത്തിയത്. ഇതാണ് നമ്മൾ കൊടുത്ത മറ്റൊരു തെളിവ്. പിന്നെ 27 ഗുരുതരമായ ഒരു തെളിവും കൂടി കേട്ടോളി. 27 ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ, വനിതാ വിങ് നേതാവായ, അവരുടെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് അംഗമായ ചെറൂപ്പയിലുള്ള റെയ്ഹാന ടീച്ചർ ജമാഅത്തെ ഇസ്ലാമിക്കാരത്തിയാണ്.
അവരുടെ സജീവ പ്രവർത്തകയാണ്, ദാഇയയാണ്. അവരെ കൊണ്ടുവന്നിട്ട് നാളെ ഇവിടെ സമസ്തയുടെ ഖാദിമീങ്ങളായി വളരും, കുടുംബത്തിനും നാട്ടിനും ഒരു തലമുറക്കും ഉപകരിക്കുന്ന വനിതകളായി മാറും എന്ന പ്രതീക്ഷയോടെ ദാറുൽ ഹുദയുടെ വനിതാ കോളേജിൽ നമ്മൾ കൊണ്ടുപോയി ചേർത്ത് നമ്മുടെ പെൺമക്കൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിംഗ് നേതാവിനെ. കണ്ടില്ലേ നിങ്ങൾ? ആ വനിത റൈഹാനയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സ്ത്രീ സാമൂഹിക ഇടം ദൗത്യം എന്ന് പറഞ്ഞ് അവര് അതിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് അവർ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ് കാണുന്നത്. ഇനി അത് മാത്രമല്ല, അതിനേക്കാൾ ഗുരുതരമായൊരു വിഷയം, ഈ ടീച്ചർ ഈ കുട്ടികൾക്ക് അവരുടെ ഫോൺ നമ്പർ കൊടുത്തിരിക്കുക. എന്നിട്ട് ഈ പെൺകുട്ടികൾ ഈ ടീച്ചറുമായി നിരന്തരം ചാറ്റ് ചെയ്യുക. ഒരു വഹാബിയുമായി, ഒരു മൗദൂദിയുമായി, അതിൽ അവർ എല്ലാ പഠനവും നടത്തിയ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വനിത, ഒരു ടീച്ചറുമായി 11ാം വയസ്സിൽ കൊണ്ടുപോയി ചേർത്ത പെൺകുട്ടികൾ, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാൻ ഇരിക്കുന്ന പെൺകുട്ടികൾ, എന്തായാലും 15ന്റെ താഴെ അല്ലെങ്കിൽ 20ന്റെ താഴെ പ്രായമുള്ള കുട്ടികളല്ലേ ഈ കുട്ടികൾ. അങ്ങനെ ഒരു ജമാഅത്തെ ഇസ്ലാമി വനിത ടീച്ചറുമായി നിരന്തരം ചാറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് പറഞ്ഞറിയിക്കണോ? കുടുംബത്തിലേക്ക് ഒരു വഹാബിസിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ കുടുംബം കൊള്ളാകാറുണ്ട്. ഇവിടെ നമ്മളെ കുട്ടിനെ നമ്മൾ കൊണ്ടുപോയി ദാറുൽ ഹുദയുടെ കോളേജിലാണ് എന്റെ മോള് പഠിക്കുന്നത്, നമ്മൾ അഭിമാനത്തോടെ ആലോചിച്ച് കിടന്നുറങ്ങുക. നാളെ വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടിയുടെ ഉള്ളിലുള്ള ആശയം എന്തായിരിക്കും? ഇതാണ് സമസ്തക്ക് SYS പരാതി, സമീത് വൈസിയല്ല SYS പരാതി കൊടുക്കാൻ കാരണം. SKS സംയുക്തമായിട്ടാണ് കൊടുത്തത്. അതിന് തെളിവ് ഹാജരാക്കിയ ഒരു തെളിവാണ് ബിദ്അഈ ബന്ധം. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഇനി വല്ലാതെ ചുരുക്കുകയാണ്. ഇനി കുറച്ചു പോട്ടെ. അതിലപ്പുറം വേറെ ഒരു രസകരമായ ഒരു സംഭവം കൂടി. 29 നമ്മുടെ കിഷൻഗഞ്ചിലൊക്കെ വലിയ സേവനം നടത്തുന്ന ആളാണെന്ന് പറയപ്പെടുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ സയ്യിദുൽ ഉലമക്കെതിരെയും സമസ്തയുടെ നേതാക്കൾക്കെതിരെയും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന, ഗൂഢാലോചന നടത്തലൊക്കെ വരാ, പക്ഷെ ഓല ഗൂഢാലോചനയൊക്കെ ആൺകുട്ടികൾ പുറത്തിടുകയാണ്. അപ്പൊ ഓല വിചാരം എല്ലാവരും നമ്മളെ ഗൂഢാലോചന നടത്തി നടക്കുകയാണ്. നമുക്ക് വേറെന്തെല്ലാം പണിന്റെ ഇവിടെ. ഇവർക്ക് ഈ ഫേസ്ബുക്കിൽ ചീത്തറയിലും തോന്നിയാസം പറയലും ഗൂഢാലോചന, ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇവരുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്ത് ഞങ്ങൾക്ക് വേറെ കുറെ പണികളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇതാ പണി. അടച്ചുപൂട്ടി ഇരുന്നിട്ട് ഗൂഢാലോചന നടത്തുക സയ്യിദുൽ ഉലമക്കെതിരെ, നേതാക്കൾക്കെതിരെ. അതാ പണി. അപ്പൊ അതിൽ വിദഗ്ധനായ ആളാണ് ഈ പറയപ്പെട്ട കക്ഷി. അതിനൊക്കെ തെളിവുണ്ട്, തെളിവില്ലാതെ നമ്മളൊന്നും പറയുന്നു. അത് കണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറായിരുന്ന സിദ്ദീഖ് ഹസൻ മരണപ്പെട്ടപ്പോ സിദ്ദീഖ് ഹസന്റെ ഒരു ഓർമ്മ പുസ്തകം, സ്മരണിക പ്രബോധനം ഇറക്കി. ആ സ്മരണികയിൽ ടിയാന്റെ ഒരു ലേഖനം. എന്താണ് ഇപ്പൊ ആ ബന്ധം? സമസ്തയിൽ എത്ര ആൾക്കാരുണ്ട്, വേറെ ആരെയും ഒരു ബന്ധപ്പെട്ടില്ലല്ലോ. അത് അദ്ദേഹം ഡോക്ടർ ആയതുകൊണ്ടാണ്, അല്ല മൂപ്പരേന് കിട്ടുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് സിദ്ദീഖ് ഹസന്റെ മൗലൂദ് ഓതാന് വ്യക്തിപരമായി മാനുഷിക ബന്ധത്തിന്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കില്ല. മരണപ്പെട്ടു പോയ ആളാണ്. ആദർശപരമായി സിദ്ദീഖ് ഹസനെ എങ്ങനെയാണ് ഒരു സുന്നിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. വരും തലമുറക്ക് ദിശാബോധം നൽകുന്ന വ്യക്തിത്വം. നോക്കിയാലോ സ്ക്രീനിൽ ആരാണാ പറഞ്ഞത്? വരും തലമുറക്ക് ദിശാബോധം നൽകുന്ന വ്യക്തി ആരാന്നാ പറഞ്ഞത്? സിദ്ദീഖ് ഹസൻ. ഇതൊക്കെ ഇവരുടെ ബിദ്അഈ ബന്ധത്തിന്റെ തെളിവുകളാണ്. ഞാൻ ചെറുത് മാത്രം, കുറച്ച് മാത്രം ഉപയോഗപ്പെടുത്തി പ്രദർശിപ്പിച്ചു എന്ന്. ഈ 35 പേജിലുള്ളതൊക്കെ കൂടെ കണ്ടാൽ ഇവരുടെ ബിദ്അഈ ബന്ധത്തെ കുറിച്ച് കൂടുതൽ നമുക്ക് ബോധ്യപ്പെടും. ഇനി ശരീഅത്ത് വിരുദ്ധത, ഇവരുടെ മേലിൽ സമസ്തക്ക് കൊടുത്ത പരാതിയിലെ രണ്ടാമത്തെ ഘട്ടം അതാണ്, ശരീഅത്ത് വിരുദ്ധത.
24ഉം 25ഉം കാണിക്കണം. ശരീഅത്ത് വിരുദ്ധതന്റെ തെളിവെന്താണെന്ന് അറിയങ്ങൾ? ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാഉദ്ദീൻ ഫൈസി അൻ-നദ്വി അദ്ദേഹത്തിന്റെ മകനും ശിഷ്യനുമായ ഒരു ഹുദവി, ഡോക്ടർ ബഹാഉദ്ദീൻ നദ്വിയുടെ മകനും ശിഷ്യനുമായ സുഹൈൽ ഹിദായ ഹുദവി, അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ് സമസ്തയുടെ മുമ്പിൽ തെളിവായിട്ട് 24 സിനിമ, നാടകം എന്നിവ ഹലാൽ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആ ലേഖനം. എന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കള്, മത നേതാക്കൾ സിനിമ പിടിക്കണം എന്നാണ് മറ്റൊരു ഹുദവി ആഹ്വാനം ചെയ്യുന്നത്. സിനിമയും നാടകവുമായി ബന്ധപ്പെട്ട് ഈ ഉമ്മത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് നമ്മുടെ നയം? മാത്രമല്ല മറ്റൊരു ഹുദവി, ഞാൻ നേരത്തെ പറഞ്ഞ മഹ്മൂദ് കൂരി എന്ന് പറയുന്ന ഹുദവി 23 ഒരു ചാനൽ അഭിമുഖത്തിൽ കൊടുത്ത ബൈറ്റിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച്. എങ്ങനെയാണ് ഈ ഇസ്ലാമിക നിയമങ്ങളും മരുമക്കത്തായവും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ എങ്ങനെയാണ് ഈ ഇസ്ലാമിക ശരീഅത്തിനകത്ത് ഈ മരുമക്കത്തായ നിയമങ്ങൾ നിലനിൽക്കുന്നതിനുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ? അല്ല, ശരീഅത്തിനെ കുറിച്ച് പൊതുവെയുള്ള ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. ഒന്ന് അതെന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ്. ഇപ്പൊ ഈ അടുത്തൊക്കെ ഉണ്ടായ ഒരുപാട് ഡിബേറ്റുകളിലൊക്കെ ഇപ്പൊ മുത്തലാഖിന്റെ ഒക്കെ വിഷയം വരുമ്പോൾ അത് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നത് തന്നെ ഒരു രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നായിട്ട് അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും അതിനെ കാണുന്നത്. പക്ഷേ ശരീഅത്തിന്റെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ പ്രാദേശികമായും കാലാന്തരങ്ങളിലും ഒരുപാട് വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇതാണ് ശരീഅത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ വളരെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഒന്നാമെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആവിർഭാവം കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു 200 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ ഒരു 200 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഖുർആൻ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമവുമായി ചുരുങ്ങിയ ഒരു 200 വർഷത്തെ. എന്താണ് ഇസ്ലാമിന്റെ ശരീഅത്ത് രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു ഉസൂലായിട്ട് ഒരു ബന്ധമല്ല, ഡോക്ടറായിട്ട് കാര്യമാണ്. എന്താ പറഞ്ഞത്? ഇസ്ലാമിന്റെ ശരീഅത്തും ഖുർആനും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നാണ് പറയണത്. ഇത് ശരീഅത്ത് വിരുദ്ധതയല്ലേ? ഇദ്ദേഹത്തിന് പ്രമോഷൻ കൊടുത്തവർ, ഇദ്ദേഹത്തെ സ്തുതി പാടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലേഖനം കുറിച്ചവർ, അവര് പറയട്ടെ ഇത് ശരീഅത്ത് വിരുദ്ധതയല്ലേ? ഇതുപോലെ നിരവധി ശരീഅത്ത് വിരുദ്ധ ചർച്ചകളും അഭിപ്രായങ്ങളും പങ്കുവച്ചതിനെ കുറിച്ച് ഈ SYSന്റെയും SKSFന്റെയും സ്റ്റേറ്റ് നേതാക്കൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമസ്തയുടെ മുശാവറക്ക് പരാതി കൊടുത്തു, തെളിവ് കൊടുത്തു. ഇത് സതുദ്ദേശപരമല്ലേ? ആണ്, തിരുത്താൻ വേണ്ടിട്ട് തന്നെയാണത്. കളവ് പറഞ്ഞു എന്നാ പറഞ്ഞത്. കളവല്ല, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. പറയണു മറുപടി. അപ്പൊ നമുക്ക് ബാക്കി കൂടി ഇടാം, സമയം കുറവുണ്ട്. ഇവരുടെ നേരെ അടുത്ത ആരോപണമല്ല, സമസ്തക്ക് കൊടുത്ത അടുത്ത പരാതിയിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക. 32 സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ. ഇവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് സമസ്തയുടെ അധ്യക്ഷനായ സയ്യിദുൽ ഉലമയെയാണ്. കണ്ടോ നിങ്ങൾ? സയ്യിദുൽ ഉലമയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ജബ്ബാർ ഹുദവിയുടെ ലേഖനമാണ്, സോഷ്യൽ മീഡിയയിലുള്ള എഴുത്താണ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. അത് സയ്യിദുൽ ഉലമ പരിഹസിച്ചുകൊണ്ടാണ്. എന്താ പറയണത്? അറിയാത്ത കാര്യത്തിൽ ധാരണയില്ലാത്ത സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുക എന്നതാണ് പണ്ഡിതധർമ്മം. വാക്കിന് വിലയില്ലാതാവാൻ തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യവുമില്ലാത്ത ഇടങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മതി. എന്തിനാണ് ഈ പറഞ്ഞു? നിങ്ങൾക്കറിയോ? ഈ സോഷ്യൽ മീഡിയയിലുള്ള എഴുത്താവുമ്പോ ഇങ്ങനെ വായിച്ച ചിലപ്പോൾ തിരിയില്ല. ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി എടുത്തത് സംബന്ധിച്ച പ്രസ്താവന ഇറക്കിയതിന്
പിന്നെ ജിഫ്രി തങ്ങൾ പ്രസ്താവന ഇറക്കി. അപ്പൊ ഈ പ്രസ്താവനക്കെതിരെയാണ് ജബ്ബാർ ഹുദവിയുടെ ഈ പോസ്റ്റ് വരുന്നത്. ജിഫ്രി തങ്ങളെ ട്രോളിക്കൊണ്ടാണ് ആ എഴുത്ത്. എന്താണ് ഇത് പറയുന്നത്? ജിഫ്രി തങ്ങൾക്ക് അതുമായി വിവരമുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ മതി, അല്ലാത്ത മേഖലയിൽ സംസാരിക്കേണ്ടതില്ല. പത്രസമ്മേളനത്തിൽ കൊടുത്ത് വരാൻ നിങ്ങൾ കേട്ടില്ലേ? ഇങ്ങനെ പറഞ്ഞാ പോരെ, അങ്ങനെ പറഞ്ഞാ പോരെ. ആര്? സയ്യിദുൽ ഉലമ മൂപ്പര് സമസ്തന്റെ പ്രസിഡന്റ് ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്, അത് ഞങ്ങളുടെ നയമല്ല എന്ന് പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെ പറഞ്ഞുകൂടെയിരുന്നു എന്നാ. സയ്യിദുൽ ഉലമയാണ് ഇവരുടെ ചാർജ്. അതേപോലെ അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ കണ്ടില്ലേ, ഒരു പാവപ്പെട്ട പണ്ഡിതന്റെ മകനാണ്. ഞാൻ പേര് പറയണില്ല, ഈ മൈക്കേർപ്പാണ്ടാന്ന് എഴുതി. ആ മനുഷ്യൻ ഒരു മഹാസാധു, നമ്മുടെ ഉമർ ദർസി, ഒരു മുഖ്ലിസായ മനുഷ്യൻ. എത്ര പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഈ സാധനത്തിനെയൊക്കെ ദാറുൽ ഹുദയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവുക. ഇന്ന് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടികൂടുന്ന വേദന എത്രയായിരിക്കും? അദ്ദേഹം എഴുതിയതാണ്. എന്താ കാര്യം പറഞ്ഞറിയുന്നത്? നക്കാപ്പീച്ചയ്ക്ക് വേണ്ടി ആദർശം പണയം വെക്കാത്ത പാരമ്പര്യമായിരുന്നു ഷംസുൽ ഉലമയും സൈനുൽ ഉലമയും ഒക്കെ കാണിച്ചു തന്ന പാത. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇവരിങ്ങനെയൊക്കെ പറയാം, നേരെ ഓർത്താനും പറയാം. ഡോക്ടർമാരായതുകൊണ്ടേ, ഡോക്ടർമാരെ എഴുതിയാൽ എല്ലാവർക്കും തിരിയില്ലല്ലോ. അപ്പൊ നേരെ എഴുതൽ ഇവർക്ക് അറിയില്ല, നേരെ പറയലും ഇവർക്ക് അറിയില്ല. ഇവരിങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയും ശൈഖുൽ ജാമിഅ അടക്കമുള്ള ഇന്നത്തെ നേതൃത്വം നക്കാപീച്ചയ്ക്ക് വേണ്ടി സമസ്തയുടെ ആദർശത്തെ പണയം വെക്കുന്നവരാണ് എന്നാണ് ഈ ആക്ഷേപിക്കുന്നത്. അതുപോലെ സമസ്തയുടെ മുശാവറ മെമ്പറായ ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദിനെ സംബന്ധിച്ച് 35 നമ്മൾ നേരത്തെ പറഞ്ഞ കുർത്തുബയിലും കിഷൻഗഞ്ചിലൊക്കെ നടക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഗൂഢാലോചന നമ്മള് മഞ്ചേരിയിൽ ഇയാള് വൃത്തികെട്ട പ്രഭാഷണം നടത്തിയില്ലേ? ഈ വോയിസ് എന്തായാലും വിലക്കെന്ന് അറിയട്ടെ. വൃത്തികെട്ട പ്രഭാഷണം നടത്തിയല്ലേ ഇയാളെ? അഥവാ ഷാജിന്റെ അടി കിട്ടിയതിന്റെ ശേഷം ഇയാളാകെ പിരാന്ത് പിടിച്ചിട്ട് സംസാരിച്ചല്ലോ. അപ്പോ വീണ്ടും പാവമാക്കിയും പൈസയെ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മൂപ്പര് ഇവിടെ ഒരു കാരണവുമില്ലാതെ ഇപ്പൊ ആൾക്കാരൊക്കെ ഈ പറയണ്ടല്ലോ, ആരെയും അകറ്റണില്ല, ശത്രുവാക്കണില്ല. മറ്റാള് എന്താണ്, പാമ്പിന്റെ സ്വന്തം പാളയത്തിൽ ആളെ ശത്രുവാക്കാൻ ഒരു കാരണവുമില്ലാതെ ഹക്കീം വൈസിയെ ക്രൂരമായി ആക്രമിച്ചു, ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ നശിപ്പിച്ചു. അതിന് മുമ്പ് ദാറുദക്കെതിരെ വന്നു. ദാറുദ ഉദവി ആദ്യ സംവിധാനങ്ങൾക്ക് അതിൽ നേരിയ തലനാരിയൊക്കെ രക്ഷപ്പെട്ടു ഈ സംവിധാനത്ത് പ്രശ്നത്തിൽ നിന്ന്. അപ്പോ ഓല് വാഫിന്റെ മേലെ കയറി, വാഫ് ഏകദേശം തകർത്ത് താഴ്ത്ത് എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോ ഇതാണ് ഈ കുറ്റകരമായ മൗനം, ഈ സംഭവം. ഇതൊക്കെയാണ് അയാൾക്ക് മൂപ്പർക്കെതിരെ നടത്തിയത്. ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ച ആളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സാധനങ്ങളാണ്. എന്നാലും കൂട്ടത്തിൽ ഇതൊന്നും കേൾക്കാതെ പോകാൻ പാടില്ല. CIC വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ മുശാവറ, ഇദ്ദേഹത്തിന്റെ ഉസ്താദ് അടക്കമുള്ള മുശാവറ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകണം. CICയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത എടുത്ത തീരുമാനത്തിൽ പ്രധാന റോള് വഹിച്ചത്, അതിൽ ഒന്നാമത്തെ ആള് നിങ്ങളുടെ ഉസ്താദ് തന്നെയാണ്. ആ ഉസ്താദ് അടക്കമുള്ള നേതാക്കളെടുത്ത തീരുമാനത്തെ ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമാണ് ഇത് നടത്തിയത് എന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമസ്തന്റെ മുശാവറയുടെ തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് ഇതൊക്കെ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകളാ. യഥാർത്ഥ ഹുദവികൾ അതെടുത്ത് പുറത്തിരുന്നതാ. അങ്ങനെ നമുക്ക് കിട്ടുന്നത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട്. എന്നിട്ടോ സലാം ബാക്കവിനെ ആക്ഷേപിക്കുന്നുണ്ട്. അതിൽ പച്ചക്കളവുകൾ പറഞ്ഞിട്ട് സലാം ബാക്കവിയുടെ സുന്നത്ത് ജമാഅത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ടവൻ, പച്ചക്കളവ് പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് ഇവരുടെ സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ. പിന്നെ സമയക്കുറവുകൊണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല. സമസ്തക്ക് രാഷ്ട്രീയമില്ല,
സമസ്തയിൽ രാഷ്ട്രീയം കളിക്കുന്ന അഭിനവ കാന്തപുരങ്ങളെ കുന്നി പിടിച്ചു പുറത്തിടണം. സിറാജ് ഹുദവി തെന്നലാന ഞങ്ങൾ പേര് പറയും, വിഷമിച്ചിട്ട് കാര്യമല്ല. കുറ്റപത്രം സമസ്തക്ക് കൊടുത്തതിലുള്ള തെളിവാണിത്. നിഷേധിക്കല്ലെങ്കിൽ ഇത് കളവാണെന്ന് പറ. ആരെ ഈ ആക്ഷേപിച്ചത്? സമസ്തയുടെ മുഷാവറ മെമ്പർമാരെയാണ് ഈ ആക്ഷേപിക്കുന്നത്. പിന്നെ ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ. വേറൊരു ഹുദവി, അഷ്റഫ് ഹുദവി, കുറച്ച് നീണ്ട കുറിപ്പാ. എന്നിട്ട് അവസാനം എഴുതി എന്താണെന്നറിയങ്ങള്? ജുമുഅ ഇല്ലെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് ഫോൺ വിളിക്കുക എന്നതിലും വലിയ അംഗീകാരം എന്തുണ്ട്? കൊറോണന്റെ സമയത്ത് ജുമുഅ നടത്താൻ വേണ്ടിയിട്ട് സമസ്ത ഇടപെടുന്നില്ല കാര്യമായി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ ഇവരെ ഉസ്താദ് അടക്കം മുശാവറയിലുണ്ട്. എന്നിട്ട് അതിന്റെ പേരിൽ സയ്യിദുൽ ഉലമക്കെതിരെ കുതിര കയറുക. ഇതുപോലുള്ള സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങളും ഇവരുടെ പേരിൽ തെളിവുകൾ സഹിതമാണ് SYS-ന്റെയും SKSSF-ന്റെയും സ്റ്റേറ്റ് ഭാരവാഹികൾ പ്രവർത്തക സമിതിയിലും സെക്രട്ടേറിയറ്റിലും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുകയും സമസ്ത ആവശ്യപ്പെട്ടപ്പോൾ തെളിവ് കൊടുക്കുകയും ചെയ്തത്. അതാണ് ഇവര് കള്ളത്തിന് എഴുതി വിട്ടു, ദാറുൽ ഹുദനെ പൊളിക്കാൻ വിട്ടു എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഇതിന്റെ വസ്തുത. ഇനി സമൂഹം വിലയിരുത്തുക. SYS-ന്റെ നേതാക്കളും ഹമീദ് ഫൈസി എന്നല്ല ഈ പറഞ്ഞത്, അത് അവരുടെ ആവശ്യമാണ്. ഹമീദ് ഫൈസിനെ പറയും, ഇതല്ല. SYS SKSF-ന്റെ സ്റ്റേറ്റ് നേതാക്കൾ ചെയ്ത ഈ സേവനം വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു മകനെ നേർവഴിക്ക് നയിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരന്റെ അല്ലെങ്കിൽ ഒരു പിതാവിന്റെ ധർമ്മമല്ലേ SYS-ന്റെയും SKSF-ന്റെയും സ്റ്റേറ്റ് ഭാരവാഹികൾ ചെയ്തത്? ആ ബുദ്ധിയും ബോധമുള്ള ആളുകൾക്ക് ആലോചിക്കാലോ. ഇതാണ് ഞങ്ങൾക്ക് സമൂഹത്തോട് പറയാനുള്ളത്. ഇനി ഇവരവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ അവസാനം പ്രസംഗിച്ച ആളെ, അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം മാറ്റർ ഉണ്ട്. സമസ്തയും ലീഗും ഒരുമിച്ച് പോകണം. പഴയകാലത്ത് KT ഉസ്താദ് ലീഗുകാരനായിരുന്നു, മറ്റേ ആള് ലീഗുകാരനായിരുന്നു. ആള് ലീഗിന്റെ യോഗത്തിൽ പ്രസംഗിച്ചിരുന്നു, സമ്മേളനത്തിന് പോയിരുന്നു. അതുകൊണ്ട് ലീഗും സമസ്തയാണ് അവിടെ വേണ്ടത്. ലീഗും സമസ്ത ഒരുമിച്ച് ഹൈക്കോട്ടെ കൂട്ടരെ ലീഗും സമസ്ത ഒരുമിച്ച് പോയി പോണെന്നാ നമുക്ക് അഭിപ്രായം. നിങ്ങളും സമസ്തന്റെ ഒപ്പം വരീൻ. സമസ്ത ആരെങ്കിലും പുറത്താക്കിയ നിങ്ങൾ ഓരോ പുറത്താക്കി, അപ്പോഴല്ലേ സമസ്തന്റെ ഒപ്പം ഒരുമിച്ച് പോകലാകുക. ഇത് പണ്ട് കല്ലൂർ ഉസ്താദ് പിന്നെ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് പറഞ്ഞൊരു വർത്താനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വഹാബി മൗലവി പ്രസംഗിച്ചു, സ്ത്രീയും പുരുഷനും ഒരു വാഹനത്തിന്റെ 2 ചക്രങ്ങൾ പോലെയാകുന്നു, രണ്ടും ഒരുമിച്ച് സഞ്ചരിച്ചാലേ വാഹനം മുന്നോട്ട് പോകൂ. കല്ലൂർ ഉസ്താദ് പറഞ്ഞു, അതിൽ മൗലവി ഒരു ടയർ 15 ദിവസം പഞ്ചറായിരിക്കുമല്ലോ. ഒരു ടയർ 15 ദിവസം പഞ്ചറല്ലേ, അല്ലെങ്കിൽ ചുരുങ്ങിയ 6 ദിവസമെങ്കിലും. അപ്പൊ എങ്ങനെ ഈ വാഹനം മറ്റേ നിർത്തിയിടേ? ഒരുമിച്ച് പോണം നാട്ടുകാരുടെ മൈക്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരുമിച്ച് പോകാനുള്ള പണിയെടുക്കണ്ടേ? സമസ്ത ഒരുമിച്ച് പോകാൻ തയ്യാറാണല്ല, അതാണ് സമസ്തയുടെ നയം. എങ്ങനെ? യാരുമായും യുദ്ധത്തിനില്ലാതെ ഇവിടെ സുഗമമായി സുന്നത്യമായത്തിന്റെയും ദീനിന്റെയും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാ. അതിൽ സഹകരിക്കുന്ന ഏത് പാർട്ടി, സമുദായ പാർട്ടികൾ, പൗരപ്രമുഖർ, അവരെയൊക്കെ സമസ്ത ഉപയോഗപ്പെടുത്തും. ഈ കൂട്ടായ്മയുടെ കൂടെ നടക്കുമ്പോ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ സമസ്ത പോണ റൂട്ട് കൂടെ പോണം. സമസ്ത മണ്ണാർക്കാട്ടേക്ക് പോകുമ്പോ ഈ ടയർ കോഴിക്കോട് റോട്ടിക്ക് പോയാൽ, എന്നിട്ട് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ രണ്ടോടത്തും ഒരുമിച്ച് പോകണമെന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. സമസ്ത പെരിന്തൽമണ്ണ മണ്ണാർക്കാട്ടേക്കാണെങ്കിൽ ഈ ടയറും മണ്ണാർക്കാട്ടേക്ക് പോട്ടെ. സമസ്ത അഴിച്ചു വെച്ച പഞ്ചറായ ടയർ എടുത്തിട്ട് വണ്ടിക്ക് ഫിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. എളുപ്പമാണല്ലോ, എളുപ്പം നോക്കുക. സമസ്ത അഴിച്ചു വെച്ച പഞ്ചർ, അങ്ങനെയുണ്ട് ചില ആൾക്കാരല്ലേ. മലയാളികളുടെ ഒരു സ്വഭാവമാണ്, സെക്കൻഡിന്റെ ടയറാ നോക്കിയെടുക്കും. വരച്ച ടയർ കുത്തി മറിഞ്ഞു പോകും. നിങ്ങൾ കണ്ടോ? ഇന്നല്ലെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് എന്നല്ല ഞാൻ പറയണത്. ആ പഞ്ചറായ ചക്രം നിങ്ങൾ ചുമക്കുന്നിടത്തോളം ഈ സമൂഹത്തെ സമുദ്ധരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു
സമസ്ത തള്ളിയത് കൊള്ളാൻ നിന്നവരൊക്കെ പരാജയം. നിങ്ങളെ നന്നാക്കാനായി ഈ പണിയൊക്കെ ചെയ്തത് സമസ്തയുടെ നേതാക്കൾ, SYSന്റെ നേതാക്കൾ. അവിടെ പ്രസംഗിച്ച പല ആളുകളും, ആലുവക്കാരൻ ഒരാൾ കള്ളത്തൊരീക്കത്തുമായി വന്നപ്പോൾ ആ ആലുവക്കാരന്റെ പിന്നാലെ ബാഗും തൂക്കി നടന്ന ആളുകൾ, ഇനി ഞാൻ ബാഗ് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ നിൽക്കേണ്ട, ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് അയാളെ മുരീദാന്നും പറഞ്ഞാണെന്ന ആൾക്കാര്. ഡോക്ടർമാർക്ക് തിരിയണ വാശി പറഞ്ഞതാണ്. അയാളെ മുരീദാന്നും പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഇപ്പൊ അവിടെ നിന്ന് പ്രസംഗിക്കാനും അവിടെ സദസ്സിലൊക്കെ ഇരുന്ന പലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതുപോലെ സമസ്തയുടെ പ്രവർത്തകർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പടവാളികൾ തെരുവുകളോളം രഹസ്യമായും പരസ്യമായും ഇവരുടെ പൊള്ളത്തരങ്ങളെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കൊടുത്തതിന്റെ പരിണിത ഫലമാണ് മലപ്പുറത്ത് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം വന്ന് സമസ്തക്കാരൻ എന്ന അഡ്രസ്സിൽ നിന്ന് പ്രസംഗിക്കാൻ നിങ്ങളെ യോഗ്യരാക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾ അന്നേ പുറത്തു പോയിട്ടുണ്ടാവും. ഇപ്പൊ അവിടെ ആലുവക്കാര് ഓൽക്കിപ്പോ ലാനത്തിലാണ് തിരക്കില്ല. ഖലീഫമാര് ഗ്രൂപ്പ് ഇരിഞ്ഞിട്ട് മറ്റേ ഖലീഫന്റെ പേര് കേട്ടാൽ ഈ ഖലീഫന്റെ ആൾക്കാർ ലഅനത്തുല്ലാഹി അലൈഹി എന്നാ പറയാ. അറിയില്ല നിങ്ങൾക്ക്? ആ സമസ്ത പുറത്താക്കിയതല്ലേ? ഞാൻ ഒരിക്കൽ കേട്ടു, ഇത് ലഅനത്ത് ചെല്ലണ പോലെ എനിക്ക് തോന്നി. എങ്ങനായിട്ട് ക്ലിയർ ആകുന്നില്ല. അപ്പൊ ഇവർക്ക് മറുപടി മറ്റേ ഖലീഫന്റെ ആൾക്കാർ വെച്ചപ്പോ ഈ ലഅനത്തിന് മറുപടി ആയിട്ട് ഇതീത്തെ ഖലീഫന്റെ പേര് പറഞ്ഞപ്പോ ഒരു ദമ്മില് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി അന്നത്തതും ലഅനത്തുല്ലാഹി അലൈഹി ആണ്. ഇല്ലെങ്കിൽ ഇന്ന് നീ ലഅനത്ത് ചൊല്ലി നടക്കേണ്ടി വരുന്നു. അതിൽ നിന്ന് നിന്നെ സംരക്ഷിച്ചത് ഈ സമസ്തയുടെ നേതാക്കളാണ്. ഇതുപോലുള്ള ഇടപെടൽ നടത്തിയത് കാരണം അതുപോലത്തെ ഇടപെടല് ഈ വിഷയത്തിലും നടത്തിയിട്ടുള്ള ദാറുൽ ഹുദനെ പൊളിച്ചതല്ല. അത് നിങ്ങൾ തിരുത്തിയേ പറ്റൂ. പിന്നെ സമസ്ത തള്ളിയേക്കല്ല, സമസ്ത തള്ളിയിട്ടില്ല. നിങ്ങളെ വിളിച്ചില്ലേ മലപ്പുറം സുന്നി മഹലിലേക്ക്? തള്ളി നോണ പറയാം. മലപ്പുറം സുന്നി മഹലിലേക്ക് ദാറുൽ ഹുദയുടെ മേധാവികളെ നമ്മുടെ സമുന്നതരായ നേതാക്കൾ വിളിച്ചു വരുത്തിയില്ലേ ചർച്ചക്ക്? ഈ ആരോപണങ്ങളെ കുറിച്ച് നിങ്ങളോട് വിശദീകരണം ചോദിച്ചപ്പോൾ മറുപടി പറയാൻ കഴിയാതെ ജാള്യരായി ഈ ആരോപണം, ഈ പരാതി കൊടുത്ത SYSന്റെയും SKSSFന്റെയും സ്റ്റേറ്റ് ഭാരവാഹികളോട് കയർക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? സ്വകാര്യമായിട്ട് കോപ്പി അടിച്ച് പിടിച്ചാണ്ടല്ലോ കാണിച്ചു കൊടുത്തവനെ ഒരു നോട്ടം നോക്കലേ. ആ നോട്ടായിരുന്നു പരീക്ഷ എഴുതുമ്പോഴേ ഇനി കോപ്പി അടിച്ച് നോക്കിയാലേ തീരുള്ളൂ. അപ്പോ ഇവർക്ക് പരിചയമുണ്ടോ? ഡോക്ടർമാർക്ക് കുറച്ച് കൂടുതൽ അറിയും. അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം എടുത്തത്. ഒരു കൈമേലൊക്കെ കുറച്ച് കളി കൂടുതലാ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു കോപ്പി അടിക്കാതൊക്കെ അല്ലാതെ അതൊക്കെ അതിന്റെ ആൾക്കാർ പോലെ. അപ്പോ ആ നിരക്ക് സ്റ്റേറ്റ് നേതാക്കന്മാരോട് നിങ്ങളെന്തിനാ ഓരോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞ പോലെ മുഷാവറിനോട് എന്തിനാ ഞങ്ങൾ പറഞ്ഞു ചോദിക്കരുത്. മുഷാവറിനോട് എന്താ പറഞ്ഞോളൂ? ഞങ്ങൾ തിരുത്തിക്കോളാനാ, ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചോളാം, ഞങ്ങളെ തിരുത്തിക്കോളാം. അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞു? നിഷേധിക്കല്ലെങ്കിൽ സമസ്ത തള്ളീന്ന് നാട്ടുകാരോട് നോണറിയാം. ഇത് നമ്മൾ പറയണ്ടേ? ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊരു പക്ഷെ അതൊക്കെ അറിയായിരിക്കും. ഇവരുടെ ഡോക്ടർ ഡോ എന്ന പേര് കണ്ടിട്ട് ഇതൊക്കെ വലിയ സംഭവമാണെന്ന് വിചാരിച്ച ആളുകൾ ഒരാളെങ്കിലും ധാരണ തിരുത്താൻ ഈ പ്രോഗ്രാം കാരണമായാൽ ഈ സേവനം അല്ലാഹുവിന്റെ അടുക്കൽ മഖ്ബൂല. വലിയ ധർമ്മല്ലേ ഒരാളെ തിരുത്താൻ പറ്റിയാൽ? അതിനകത്ത് സമസ്തയുടെ നേതാക്കള് ഒരിക്കലും ഈ സ്ഥാപനങ്ങൾക്ക് എതിരല്ല മക്കളെ. ആരോ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ്. ഒരിക്കലും നിങ്ങൾക്കെതിരെ, ഈ സ്ഥാപനങ്ങൾക്കെതിരല്ല. ഹുദവികളോട് ഞങ്ങൾ എതിരല്ല. ഹുദവികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവർ. ഞങ്ങളോട് കൂടെ സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനും ശക്തി പകരാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഹുദവി സുഹൃത്തുക്കളുണ്ട്, വാഫികളുമുണ്ട്. എല്ലാരും ഒന്നും ലിബറലിസം തലക്ക് പിടിച്ചവരാ നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുടെ ദുൽമ് പേടിച്ചിട്ട് പലപ്പോഴും മൗനം പാലിച്ചു നിൽക്കുന്നവരാണ് അധികവും. എന്നാലും അവരൊക്കെ കുറെ അബൂ ത്വാലിബുമാർ ഇപ്പൊ അവിടെ ഉണ്ട് എന്നർത്ഥം. കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെളിച്ചത്ത് വന്നോളൂ. എല്ലാരും നിങ്ങളെപ്പോലെ ലിബറലിസം തലക്ക് പിടിച്ചവരാണ് എന്ന് വിചാരിക്കുക. ഇനി
ലീഗ് സമസ്ത ബന്ധത്തെ കുറിച്ചാണ് ആളുടെ സ്ഥിരം ഡയലോഗ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ചെറിയ ഒരു ക്ലിപ്പ് കാണിച്ചാണ്. സമസ്തയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ നയം എന്താണ് നമ്മൾ പറയണ്ട, നമ്മൾ പറഞ്ഞാൽ അത് ഒരു ഷജറ പറഞ്ഞതായിട്ട് വ്യാഖ്യാനിക്കാം. അപ്പൊ അതുകൊണ്ട് 20 അത് നിങ്ങൾ അതിന്റെ ശേഷം വേദികളിലൊക്കെ പോയ സമസ്തയുടെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ട്. ഇതൊക്കെ വിവരം അറിയേണ്ടി വരും. ഇത്തരം ഭീഷണിക്ക് സമസ്ത വഴങ്ങുമോ? സമസ്തയുടെ ശ്രദ്ധയിൽ ഇത്തരം ഭീഷണികൾ പെട്ടിട്ടുണ്ടോ? സമസ്ത ആരുടെയും ആലയിലല്ല, ഒരു സ്വതന്ത്ര സംഘടനയാണ്. അവരുമായിട്ടും പ്രത്യേക അകൽച്ചയോ പ്രത്യേക അടുപ്പമോ ഇല്ല. സമസ്ത അതിൻ്റെതായ റൂട്ടിലൂടെ മുന്നോട്ട് നീങ്ങും. അപ്പൊ ഈ ഭീഷണി മുഴക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും, നിങ്ങൾ പറഞ്ഞ കക്ഷിക്ക് മാത്രമല്ല പലർക്കും ഭീഷണി മുഴക്കാവുന്നതാണ്. അങ്ങനെ ഇത്തരം പരിപാടികൾ സംബന്ധിച്ചൊഴിക്കുന്ന ആളുകൾക്ക് വേറെയും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. സമസ്ത ആരുടെയും ആലയിൽ അല്ല. മുസ്ലിം ലീഗ് നേതാക്കളുടെ ചില പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട പത്രക്കാരെ ചോദ്യം, അതിനെന്താ ബഹുമാന്യനായ ബഹാവുദ്ദീൻ ഉസ്താദിന്റെ മറുപടി? സമസ്ത ആരുടെയും ആലയിൽ അല്ല. സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയാണ്. ആരുമായും ഒരു പാർട്ടിയുമായും പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഇല്ല. ഇതാണ് അന്ന് ഉസ്താദ് പറഞ്ഞതും സമസ്തയുടെ യഥാർത്ഥ നയവും ഇന്നും സമസ്തക്കാരായ ഞങ്ങൾ പറയുന്നതും. ഇപ്പോൾ മാറ്റി പറയുമ്പോൾ ആരാണ് മാറ്റി പറയുന്നത്? ആർക്കാണ് മാർഗഭ്രംശം സംഭവിച്ചിട്ടുള്ളത്? ഞങ്ങൾക്ക് നയവ്യതിയാനം സംഭവിച്ചു. ജിഫ്രി തങ്ങൾക്ക് സുപ്രഭാതത്തിനും ജിഫ്രി തങ്ങൾക്കും നയവ്യതിയാനം സംഭവിച്ചു. ഇതാ നയം. ഞങ്ങൾ ഇപ്പോഴും അവിടെയാണ് ഉസ്താദ്. അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. സൂഫി പട്ടമിട്ടുകൊണ്ട് പലരുടെയും ഇല്ലാത്ത മഹത്വം വിളിച്ചോതി. ആളെ ഞാൻ പറയുന്നില്ല. കുടുംബ ബന്ധത്തിൽപ്പെട്ട പലരുടെയും ഇല്ലാത്ത മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ടും ആളുകളുടെ ഇടയിൽ സൂഫി സമഞ്ഞുകൊണ്ടും സമസ്തയുടെ ചരിത്രത്തെ മനഃപൂർവ്വം വളച്ചൊടിക്കുകയും ഈ ഉമ്മത്തിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വഹാബികൾ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ ശിർക്ക് ആരോപിക്കുന്നത് പോലെ ഈ സുന്നി മഹാജനസാമാന്യത്തെ, കേരളത്തിലുള്ള സുന്നി സമൂഹത്തെ മാർക്സിസം ആരോപിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് ആരോപിക്കാൻ വേണ്ടി അച്ചാരം വാങ്ങിയ അയാൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കും. അയാൾ അത് ഇടക്കിടക്ക് പറയുന്നത് സമസ്തന്റെ നേതാക്കളൊക്കെ ലീഗാരായിരിക്കണം എന്നിങ്ങനെ പറയുന്നത്. ഞമ്മക്ക് ആ ലീഗാരായാലും ഞമ്മക്ക് പ്രശ്നമൊന്നുമില്ലേ. ഈ ലീഗ് അല്ലെങ്കിലും ഞമ്മക്ക് പ്രശ്നമില്ല. നമുക്ക് സമസ്തന്റെ നേതാവാകുക എന്നുള്ളതാണ് നമ്മളെ വിഷയം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓനിക്കും അനുസരിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഞങ്ങൾ അന്വേഷിക്കാറില്ല. കോൺഗ്രസ്സുകാരനായ ശംസുൽ ഉലമയെ കണ്ടുകൊണ്ട് ഇവിടെ കോൺഗ്രസിന് ചിന്താബാധ വിളിക്കാൻ ഞങ്ങൾ ആരും പോയിട്ടില്ല. മുസ്ലിം ലീഗുകാരനായ KT ഉസ്താദിന്റെ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിന് സിന്ദാബാദ് വിളിക്കാൻ ആരും പോയിട്ടില്ല. രാഷ്ട്രീയം വ്യക്തികൾക്കാവാം, ഈ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയമില്ല. ഇതല്ലേ നയം? ഭരണഘടനയിൽ എഴുതി വെച്ച നയം ഇതല്ലേ? എന്നിട്ട് സമൂഹത്തെ, പുതിയ തലമുറയെ ആരുടെയൊക്കെ താല്പര്യത്തിന് വേണ്ടി അച്ചാരം വാങ്ങിയിട്ട് വഴിതെറ്റിക്കുക, മനഃപൂർവ്വം വഴിതെറ്റിക്കുക, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക. ഇതാ നയം. ഇത് സമസ്തയുടെ നയ അല്ലേ? ഈ പറഞ്ഞതാ നയം. അത് നമ്മളിപ്പോൾ അവിടെ. അപ്പൊ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, ഇനി പറ, ആർക്കാ മാർഗഭ്രംശം? ആർക്കാണ് ആശയ വ്യതിയാനം? ആർക്കാണ് നയവ്യതിയാനം? ഞങ്ങൾക്ക് ഇനി ഒന്ന് പഠിച്ചോളൂ. ആർക്കാ വ്യതിയാനം? എന്താ ഈ വ്യതിയാനത്തിന്റെ കാരണം? പിന്നെ സമസ്തന്റെ നേതാക്കൾ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പാണക്കാട്ടുകാർ ആൾക്കാരാന്ന് പറയുന്നില്ലേ? പാണക്കാട്ടുകാരാളുകളാണ് പറയുന്നത് അല്ലേ? 36 അതും കൂടി ഒന്ന് കണ്ടു. അത് നിങ്ങൾ വായിച്ചാൽ മതി. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പാണക്കാട് സാദാത്യങ്ങൾ ചില വലിയ വലിയ കമ്പനികളുടെ പരസ്യം ചെയ്യാറുണ്ട്, ബിസിനസ് ഷെയറിനും വേണ്ടിയിട്ടൊക്കെ മറ്റൊക്കെ. നമ്മൾക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല. കാരണം അത് അവരുടെ മഈഷത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കച്ചവടം ചെയ്യാനും പാർട്ട്ണർഷിപ്പിനും അതിൽ ഭാഗവാക്കാകാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ സ്വാതന്ത്ര്യം പാണക്കാട്ടുകാർക്കും. അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഡോ സുബൈർ ഹുദവിയ എഴുതിയിട്ടുള്ളത്. അത്
ഇതിനെ കുറിച്ചും അത് കള്ളത്തരാന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പിന്നെ എഴുത്താണ് കണ്ടത്. അവരാ ചെയ്യണത് ശരിയല്ല എന്നാ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇറക്കിക്കൊണ്ടുവന്ന നജാത്തിൽ കേട്ടിയ ഉസ്താദും നജാത്ത് കമ്മിറ്റിയും പാലയിൽ തളച്ച ചേക്കുട്ടിപ്പാപ്പയില്ലേ, അതുപോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ആൽത്തറയിലും പാലമരത്തിലും ഒളിച്ചിരുന്നിരുന്ന ചേക്കുട്ടിമാരെയും യക്ഷിമാരെയും നിങ്ങൾ തുറന്നുവിട്ട സകല ഭൂതങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ നേരിക്ക് തന്നെ തിരിച്ചു കയറും. നിങ്ങളിലേക്ക് തന്നെ അവർ ആവാഹിക്കപ്പെടും. ഇളകലും കൂക്കലും ഒക്കെ അവിടം കൊണ്ടടങ്ങും. ഞങ്ങളൊന്നും ദീനും സുന്നത്ത് ജമാഅത്തും സമസ്തയും പറഞ്ഞ് സയ്യിദുൽ ഉലമയെ പോലെ കരുത്തരായ നേതാക്കളുടെ പിന്നിൽ അടിയുറച്ചു മുന്നോട്ട് പോവുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. അതിന് തെളിവാണ് പാണക്കാട്ടുകാർക്കെതിരെ സ്വകാര്യമായിട്ട് പറയുമ്പോൾ ഇതൊക്കെയാണ് പണി. ഞങ്ങൾക്ക് പണി കുറയേണ്ടി പറഞ്ഞില്ലേ ഇതൊക്കെ. അങ്ങനെ എത്ര ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട കബീർ അൻവരി പറഞ്ഞു അല്ലേ, സയ്യിദ് മുഹീൻ അലി ശിഹാബ് തങ്ങൾ പിതാവിന്റെ ദണ്ണം കണ്ടിട്ട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈടി കേറിയതിന്റെ പേരിൽ മാനസികമായി വിഷമം അനുഭവിച്ച് ആരോഗ്യനില വരെ തകരാറിലായ സമയം ഒരു മകൻ എന്ന നിലക്ക് മുഹീൻ അലി ശിഹാബ് തങ്ങളുടെ സകല ക്ഷമയുടെയും നെല്ലിപ്പടി കണ്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം വെച്ചു. ചില കാര്യങ്ങളൊന്ന് തുറന്നു പറയാൻ വേണ്ടി അദ്ദേഹത്തെ ഒരുത്തം വന്ന് പച്ചത്തെറി വിളിച്ചു. ഡോക്ടർമാർക്ക് തിരിയുള്ളൂ, നമുക്ക് തിരിയില്ല. ആ തെറി വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഗുരുനാഥനോട് അന്വേഷിച്ചപ്പോ എന്താ പറഞ്ഞു? ആ വിളിച്ചോനെ ന്യായീകരിക്കുക ചെയ്തത് അല്ലേ? ഇവിടെ കണ്ടു. ഞമ്മള് ന്യായീകരിക്കൂല. ഞങ്ങൾക്ക് പാണക്കാട് സാദാത്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഞങ്ങൾ പൊളിറ്റീഷ്യന്മാരായിട്ടല്ല കാണുന്നത്, ഞങ്ങളുടെ പാർട്ടി ലീഡേഴ്സ് ആയിട്ടല്ല കാണുന്നത്. പൂക്കോയ തങ്ങളുടെ മക്കളാണവർ, ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ പേരമക്കളാണവർ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അഹ്ലു ബൈത്താണവർ. ആ ആദരവാണ് പാണക്കാട്ടുകാർക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. ആ ആദരവിനാണ് നിലനിൽപ്പുള്ളത്. ആ ആദരവാണ് സയ്യിദുൽ ഉലമക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. കൂട്ടത്തിൽ സമസ്തയുടെ അധ്യക്ഷൻ എന്ന പിന്നെ ഒരു പ്രത്യേക ആദരവ് വേറെയും. അതുപോലെ സകല സയ്യിദന്മാർ ഇവിടെയുണ്ട്. സയ്യിദന്മാർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സയ്യിദാൻ അഹ്ലു ബൈത്താൻ. ഈ അഹ്ലു ബൈത്ത് എന്ന തങ്ങന്മാരെന്ന വിഭാഗത്തെ ബഹുമാനിക്കണേ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതും സമസ്തയാണ്. കേരളം വിട്ടാൽ പലയിടത്തും സയ്യിദന്മാരുണ്ട്. ചില വിഡ്ഢികൾ പറയാറുണ്ട് സൗദിയിലൊന്നും തങ്ങന്മാരില്ല. ഉണ്ട്, ഷെരീഫുകൾ എന്നാണ് അവരെ വിളിക്കുക. അത് ഈ വിഡ്ഢികൾ അത് കാണാത്തോണ്ടാ. ഓൻ കഫ്തീരിയും റൂമും മാത്രം കണ്ടതുകൊണ്ടാ. ഓനോന്റെ ബൂഫിയും റൂമും ഇടക്ക് ബാത്റൂമോ കാണുന്നത്. അപ്പൊ വിനോനവിടെ ഷെരീഫിനെ തിരിയില്ല, അവിടെ തങ്ങന്മാരുണ്ടോന്ന് ഓൻ അറിയില്ല. എന്നിട്ട് ഓൻ പോടുന്നിട്ട് അവിടെ ഒന്നും തങ്ങന്മാരില്ല, ഇവിടെ മാത്രമേ തങ്ങന്മാരുള്ളൂ. തങ്ങന്മാരെല്ലോടത്തുണ്ട്. ആ അഹ്ലു ബൈത്തിനൊന്നും കിട്ടാത്ത സ്നേഹം കേരളത്തിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഈ സമസ്തയുടെ നേതാക്കളും പ്രഭാഷകരും ഈ ഉമ്മത്തിന് ഓരോ രാത്രികളിലും വഅദ് പറഞ്ഞു ഓതി പഠിപ്പിച്ചു കൊടുത്തതിന്റെ അനന്തരഫലമാണ്. മറ്റു ഭൗതിക താല്പര്യത്തിന്റെ പേരിൽ സ്നേഹാഭിനയികളല്ല ഇവർ. അത് നിലനിൽക്കും. ഇതിന് ഇത്ര ആവശ്യം. ഇതുപോലെ പല ഗൂഢാലോചനകളും ഭീഷണികളും ഒക്കെയായി സമസ്തയുടെ പ്രവർത്തകർക്കെതിരെയും നേതാക്കൾക്കെതിരെയും പലയാരി ഫിത്നകൾ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് വരെ, നിങ്ങൾ അതാണ് ഏറ്റവും ആലോചിക്കുന്നത്, ഇന്ന് വരെ ഈ ഹാദിയക്കെതിരെ അല്ലെങ്കിൽ ദാറുൽ ഹുദക്കെതിരെ സമസ്തയുടെയോ SKSF-ന്റെ ഒരു യൂണിറ്റ് പോലും ഒരു പരിപാടിയും വെച്ചിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ എവിടെയും കാണിച്ചു ഇല്ല. നിങ്ങളില്ലാത്ത ആരോപണങ്ങൾ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ പറഞ്ഞു പരത്തി നാസർ കൊളായുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം അടി ഇരന്നു വാങ്ങിയപ്പോൾ അതിന്റെ ജാള്യത തീർക്കാൻ പാവപ്പെട്ട സമസ്തയുടെ നേതാക്കൾക്കെതിരെ രണ്ട് വർത്തമാനം പറഞ്ഞ് പിടിച്ചു നിൽക്കാം എന്നാണ് നിങ്ങൾ മോഹിച്ചത്. പക്ഷേ നിങ്ങൾ ഷജറകളെന്ന് ആക്ഷേപിക്കുന്ന പാരമ്പര്യ സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും വാഹകരായ ഈ ഉമ്മത്തിന്റെ നേതാക്കൾക്ക് കാവലാളുകളായി നിൽക്കുന്ന എല്ലാ ബിദ്അത്തിന്റെയും ചിത്രശക്തികളുടെയും കുതന്ത്രങ്ങളെ തച്ചു തകർക്കാൻ സർഗല പ്രതിജ്ഞയും എടുത്ത് മുന്നോട്ട് കൊതിക്കുന്ന
ഈ സാർത്ഥവാഹക സംഘം കേരളത്തിന്റെ മണ്ണിൽ അവശേഷിക്കുന്നിടത്തോളം ഇതുപോലുള്ള നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുകയോ ഭത്സിക്കുകയോ സമസ്തയെ ദുർബലപ്പെടുത്തുകയോ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ചിത്രതാ പ്രവർത്തനവും ഭിന്നതാ പ്രവർത്തനവും കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവുകയില്ല. ഞങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണ് വേണ്ടത്. ഇനിമേൽ ഈ ഉമ്മത്തിനോട് കളവ് പറയാൻ പാടില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, സയ്യിദുൽ ഉലമ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? മഹാനായ മമ്പുറം തങ്ങളുപ്പാപ്പാന്റെ അമ്മാവന്മാരുടെ വംശാവലിയിൽ വരുന്ന സയ്യിദാണത്. മമ്പുറം തങ്ങളുപ്പാപ്പാന്റെ നേർച്ച ചോറ് തിന്ന് തടിച്ചു കൊഴുത്തുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ മമ്പുറം തങ്ങളുപ്പാപ്പാന്റെ അമ്മാവന്മാരുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദുൽ ഉലമയ്ക്ക് നേരെ അപകീർത്തിപ്പെടുത്താനും അവഹേളനം പറയാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ മമ്പുറം തങ്ങൾ പാപ്പ നിങ്ങളെ വിടില്ല എന്ന് മാത്രം നിങ്ങളോട് താക്കീത് നൽകിക്കൊണ്ട് അസ്സലാമു അലൈക്കും.